മഹാജനങ്ങളെ, നാട്ടുകാരെ, ഈശ്വരൻകോട്ട ഗ്രാമത്തിൽ കുടികൊള്ളുന്ന ദുർഗാദേവിക്ക് വർഷാവർഷം നടത്തിവരാറുള്ള പൂജ ഈ വർഷവും നടത്തുകയാണ്. പൂജയ്ക്ക് മുൻപായി നടക്കുന്ന മത്സരത്തിൽ മേലത്തുറക്കാർക്ക് വേണ്ടി ചിന്നമണിയും കീഴത്തുറക്കാർക്ക് വേണ്ടി രക്തദുരയും പങ്കെടുക്കുന്നതാണ്. അവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മത്സരം തുടങ്ങിവെക്കും. ഗുഡ് മോർണിംഗ് സർ. ആരാ? ചിദംബരനാ. അധ്യാപകന്റെ ഇന്റർവ്യൂവിന് വന്നതാ. ഏതുവരെ പഠിച്ചു? BA. അനിയ ചിദംബരം, അതൊരു ചെറിയ കുഗ്രാമമാണ്. പേര് ഈശ്വരൻ കോവിൽ. അവിടെയുള്ള പള്ളിക്കൂടത്തിലേക്ക് ഒരു അധ്യാപകന് ആവശ്യമുണ്ട്. നിന്റെ രൂപവും ഈ വേഷവും കണ്ടാൽ നീ ആ ജോലിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശമ്പളവും തീരെ കുറവാ, 650 രൂപ. നിന്നേക്കാൾ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ജോലി കിട്ടിയ ഉപകാരമായിരിക്കും. നിനക്ക് പോവാം. സാർ, ഞാനും കഷ്ടപ്പെടുന്ന കുടുംബത്തിലെ തന്നെയാ. സ്വത്ത് പണം എന്ന് പറയാൻ ഒന്നുമില്ല, വയസ്സായ അമ്മയല്ലാതെ. ഉണ്ടായിരുന്ന സ്ഥലം വിറ്റിട്ടാ അനിയത്തിമാരുടെ കല്യാണം നടത്തിയത്. കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിവില്ലാത്തതുകൊണ്ട് ബിയോടെ നിർത്തി. ഈ സ്ഥിതിയിൽ ആ ജോലി എനിക്ക് തന്നെ തരണം സാർ. സത്യം പറയാലോ, ആ ജോലിക്ക് എന്നെപ്പോലെ പറ്റിയൊരു വേറെ ഇല്ല സാർ. എൻ്റെ അമ്മ പട്ടിണി കിടന്ന് വളർത്തിയ എന്നെ ആളാക്കിയത്. അങ്ങനെയാണെങ്കിൽ നീ 2 എഗ്രിമെന്റിൽ കയ്യൊപ്പിടണം. 650 രൂപ ശമ്പളത്തിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും ആ പള്ളിക്കൂടത്തിൽ അധ്യാപകനായി ജോലി ചെയ്യാമെന്നുള്ളത് ഒന്ന്. പിന്നെ ആ പള്ളിക്കൂടത്തിനോട് ബന്ധപ്പെട്ടൊരു വീടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നോക്കി നൈറ്റ് വാച്ച്മാനായി 150 രൂപ ശമ്പളത്തിൽ ഇക്കാലമത്രയും ജോലി ചെയ്തോളാമെന്നുള്ളത് മറ്റൊന്ന്. എങ്ങനെയാ, സമ്മതാ? ഞാൻ റെഡി സാർ. താമസിക്കാൻ സ്ഥലം കൂടി കിട്ടുകയെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്ത് ഭാഗ്യം. ഇതെന്താടോ ഈ കുന്ത മോന്ത കൊണ്ടുവന്നെ? മാറ്റോ. സോറി സാർ, സോറി. നിനക്ക് പോകാം. താങ്ക് യു സാർ. ഇനി ഈ കോപ്പം കൊണ്ട് വന്ന വലിച്ചെറിയും ഞാൻ. താങ്ക് യു സാർ. ഓടോ. താങ്ക് യു സാർ. നില്ലേ. അപ്പോയിൻമെന്റ് ഓർഡർ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തരും. വീടിന്റെ താക്കോല് ഗ്രാമത്തിലെ മുനിയന്റെ കയ്യിലുണ്ട്. അത് വാങ്ങിച്ചോളണം. ഒരു നന്ദി കൂടി സാർ. ഒന്ന് കൊണ്ടുപോടോ. താങ്ക് യു സാർ. നമ്മുടെ സ്കൂളിൽ പുതിയ സാറ് വന്നേ. 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 നമ്മുടെ സ്കൂളിൽ പുതിയ സാറ് വന്നു. എടാ, നമ്മളിതേ പുതിയ സാറാ വന്നിരിക്കണ. കൊടയൊക്കെ കുത്തിക്കൊണ്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല പൊക്കമൊക്കെ ഉണ്ട്. മിണ്ടല്ലടാ, നോക്കട്ടെ. സ്ട്രോങ് ആയിട്ട് ഒന്ന് ഞാൻ നോക്കട്ടെ. ഒരാഴ്ച മുമ്പ് തന്നെ പുതുതായ ഒരു അധ്യാപകൻ സ്കൂളിലേക്ക് വരുന്ന വിവരം നാട്ടിലൊക്കെ പാട്ടാണ്. വയസ്സായി,
പെൻഷൻ പറ്റാറായ ഒരു തൈക്കിളവനാണ് മുമ്പിൽ വന്ന് നിൽക്കാൻ പോണെന്നാണ് ഞങ്ങൾ ഇതുവരെ വിചാരിച്ചത്. അതെ അതെ, റോസാപുഷ്പം പോലെ ചുവന്ന് ഇത്രയും സുന്ദരൻ കുട്ടപ്പനായ ഒരു മാഷായിരിക്കുന്നത് ഞങ്ങൾ കരുതിയില്ല. സാറിന് ഇംഗ്ലീഷ് അറിയാവോ? അറിയാമോന്നോ? നിങ്ങളെ മാത്രമല്ല, ദാ നിൽക്കുന്നില്ലേ പെണ്ണുങ്ങൾ, അവരെ കൊണ്ടും ഇംഗ്ലീഷ് സംസാരിപ്പിച്ചിട്ടേ ഞാൻ ഈ നാട് വിട്ട് പോകുന്നുള്ളൂ. എന്താ മുത്തശ്ശി, ഇംഗ്ലീഷ് സംസാരിക്കുന്നോ? ആ, എല്ലാരും സ്കൂളിൽ പോടാ. എടേ, സാറ് പറഞ്ഞ കേട്ടില്ലേടാ, പള്ളിക്കൂടത്തിലേക്ക് പോടാ. പോടാ എല്ലാരും പോടാ. ഓടാ എല്ലാരും, ഓട്. സാർ നേരെ പള്ളിക്കൂടത്തിലേക്കാണോ പോകുന്നത്? ആദ്യം താമസിക്കുന്ന സ്ഥലം ഒന്ന് കാണണം. തിരക്കിട്ട് വന്നതല്ലേ, മുഷിഞ്ഞ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നതാ. അതെല്ലാം ഒന്ന് അലക്കി വൃത്തിയായി ഒന്ന് കുളിച്ചിട്ട് അമ്മയ്ക്കൊരു എഴുത്തും പോസ്റ്റ് ചെയ്തിട്ട് നാളെ ജോലിക്ക് കയറാന്ന് വിചാരിക്കുന്നത്. അതെ അതെ, നാളെ നിറഞ്ഞ പൗർണമിയാ. ഏത് ജോലി ആരംഭിക്കാനും പറ്റിയ ദിവസമാ. ഇവിടെ മുനീൻ എന്ന് പറഞ്ഞൊരു അൽക്കാരനുണ്ടല്ലോ, അയാളുടെ വീട് എവിടെയാ? എന്തിനാ മുനിയന്റെ വീട് ചോദിക്കുന്നേ? അയാളുടെ വീട്ടിലാ ഞാൻ താമസിക്കാൻ പോകുന്ന വീടിന്റെ താക്കോലിരിക്കുന്നത്. എന്തെല്ലാരും എങ്ങനെ? അവർക്കെന്താ പറ്റിയേ? ധൃതി പിടിച്ച് പോയല്ലോ. അത് ഒന്നുമില്ല സാർ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്തെങ്കിലും കാരണം കാണും. അതൊന്നുമില്ല സാർ, അവനോട് പോയി ചോദിക്ക്. ആരോട് ചോദിക്കാൻ? ആ മുനിയന്റെ അടുത്ത്. എന്ത് ചോദിക്കണമെന്നാ? അയ്യോ ദേവിയത്, ഇവിടെ നിന്ന് പോ സാർ. ആ മുനിയൻ എവിടെയാന്ന് ആദ്യം പറയേ. ഇവിടുന്ന് നേരെ 2 കിലോമീറ്റർ പോയാൽ മതി. ഈ വീട്ടിലാരുമില്ലേ? അല്ല, ആരെ വിളിച്ചു നോക്കുന്നേ? മുനിയില്ലേ ഇവിടെ? എന്താ ഇതൊക്കെ? അവിടെയാണെങ്കിൽ മുനിയന്റെ പേര് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും ബാധ കയറിയ പോലെ, ഇവിടെയാണെങ്കിൽ ഇങ്ങനെയും. സത്യം പറ. സത്യമായിട്ടും പറയാ, എനിക്കൊന്നും അറിയില്ല സാറേ. ചാവി അടിച്ച് കൈവിട് സാറേ. അപ്പൊ നീ പറയില്ല? സാറേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ലാന്ന്. ആ വീട് എവിടെയാണെന്നെങ്കിലും പറഞ്ഞു തൊലക്കേ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് സാർ. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര. രക്ഷ രക്ഷ ആത്മരക്ഷ. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര. രക്ഷ രക്ഷ ആത്മരക്ഷ. നിക്ക്. ഹലോ, ഒന്ന് നിക്കണേ. ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാ ഇന്നാ വന്നത്. വാച്ച്മാനായിട്ട് രാത്രിയില് ആ ബംഗ്ലാവിൽ നിൽക്കാനാ പറഞ്ഞത്. കാണുന്നവരും എന്തെങ്കിലും ചോദിക്കാന്ന് കരുതുന്നവരും ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറാ. മനസ്സിനൊരു സമാധാനമില്ല. നിങ്ങളെങ്കിലും. രക്ഷ രക്ഷ ആത്മരക്ഷ. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര. ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ? അതെ. നാളെയാണ് പൗർണമി. അടുത്തൊരു ഭഗവതി ക്ഷേത്രത്തില് രാവിലെ ഒരു വിശേഷ പൂജയുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പായി എത്രയും പെട്ടെന്ന് ഈ സ്ഥലം കടക്കണമെന്ന് വിചാരിച്ചാ വേഗം നടക്കുന്നത്. ആ ബംഗ്ലാവില് എന്റെ മുത്തച്ഛന്റെ കാലം തൊട്ട്, അതായത് ഒരു 60-70 വർഷം മുതൽ ഏതോ ഒരു ദുരാത്മാവ് ചുറ്റിത്തിരിയുന്നുണ്ട്. എന്ത്? അതെ, ഇന്നുവരെ ആ ബംഗ്ലാവിൽ രാത്രി കിടന്നവരാരും പിറ്റേന്ന് സൂര്യോദയം കണ്ടിട്ടില്ലാത്രേ. എന്താ നോക്കുന്നത്? മനസ്സിലായില്ലേ? ആള് ജീവനോടെ ഉണ്ടാവില്ല എന്ന്. ആ ബംഗ്ലാവില് ഇതുവരെയും 19 ദുർമരണങ്ങൾ നടന്നിരിക്കുന്നു. അതിൽ അവസാനം വന്ന 4 പേർ നിന്നെപ്പോലെ വാച്ച്മാൻ ജോലിക്ക് വന്ന ചെറുപ്പക്കാരായിരുന്നു. രക്ഷ രക്ഷ ആത്മരക്ഷ. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര. രക്ഷ രക്ഷ ആത്മരക്ഷ. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര. രക്ഷ രക്ഷ ആത്മരക്ഷ.
ഇതെന്താ സാർ, എന്തെങ്കിലും ഇങ്ങോട്ട് പേടിച്ചോ? രാത്രി എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? നിങ്ങൾക്കെങ്കിലും കാര്യം പറയാറുന്നില്ലേ? ഈ പ്രായത്തിലും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഉറങ്ങാറുള്ളൂ. അമ്മയുടെ സാരത്തുമ്പ് പിടിച്ച് എണീക്കാറുള്ളൂ. ഒറ്റയ്ക്ക് ഇടുന്ന ശീലമില്ല. എനിക്ക് 150 രൂപയുടെ വാച്ച്മാൻ ഉദ്യോഗം വേണ്ട. 650 രൂപയുടെ അധ്യാപക പണി മതി. കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞാലും ആ വീടിന് കാവൽ കിടക്കാൻ എന്നെ കിട്ടില്ല. ഇങ്ങോട്ട് നോക്ക്. ദയവ് ചെയ്ത് ഇന്നൊരു രാത്രി ഞാനിവിടെ കിടന്നോട്ടെ. എന്താ സാർ ഇത്? ഉള്ളിൽ ബെഞ്ച് കിടപ്പുണ്ട്, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. വളരെ ഉപകാരം. പിന്നൊരു കുഴപ്പമെന്ന് വെച്ചാ നല്ല കൊതുകും മൂട്ടയുണ്ട്, ഇത്തിരി സഹിക്കേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. ഞാനാ ചിദംബരം. പറഞ്ഞേപ്പിച്ച ബംഗ്ലാവിൽ കിടന്നുറങ്ങാതെ ഏതോ ഒരു ചായക്കട കിടന്ന് ഉറങ്ങി എണീറ്റ് രാവിലെ ഇവിടെ വന്ന് നിന്നാ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമെന്നാ നിങ്ങൾ വിചാരിച്ചേ? സാർ, അത് പിന്നെ ആ ബംഗ്ലാവിലെന്തോ പ്രേതം. വേണ്ട, താൻ ഒന്നും പറയണ്ട. നാട്ടുകാർ പറയുന്നത് കേൾക്കാനാണെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അങ്ങേര് തന്നോട് പറഞ്ഞെന്താ? ആ ബംഗ്ലാവിൽ തന്നെ താമസിക്കണം, ഈ സ്കൂളിലെ ജോലി നോക്കണമെന്നല്ലേ? സാർ, അത് പിന്നെ ഞാൻ അങ്ങോട്ട് പറയുന്നത് കേക്ക്. താൻ ആ ബംഗ്ലാവിൽ തന്നെ താമസിക്കണം. ആ ബംഗ്ലാവിൽ തന്നെ കുറഞ്ഞത് 6 മാസം താമസിച്ചോളാമെന്ന് താൻ എഴുതി കൊടുത്ത എഗ്രിമെന്റ് ആയത്. എഗ്രിമെന്റ് വേണേ വായിച്ചു നോക്ക്. ഇതനുസരിച്ച് നടന്നില്ലെങ്കിൽ തന്റെ പേരിൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും, ക്രിമിനൽ ആക്ഷൻ. ഇങ്ങോട്ട് നോക്ക്, തന്റെ നന്മയ്ക്ക് വേണ്ടി പറയുക. കേസിനും കൂട്ടത്തിനും ഒന്നും പോകാതെ ആ ബംഗ്ലാവിൽ താമസിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വാ. തനിക്ക് ഞാൻ അപ്പോയിൻമെന്റ് ഓർഡർ തരാം. വരട്ടെ, എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ശരി. എന്താ നിക്കണേ? ഇവിടെ വന്നിരിക്കുക. ശത്രുക്കളെ ഇല്ലാണ്ടാക്കണോ? പ്രേതങ്ങളെ വരട്ടണോ? പെണ്ണുങ്ങളെ വശീകരിക്കണോ? മൊത്തത്തില് ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? എൻ്റെ ആയുസ് എത്രയാണെന്ന് അറിയണം. എങ്ങനെ? എൻ്റെ ജാതക പ്രകാരം എത്ര വർഷം എനിക്ക് ആയുസ് ഉണ്ടാവണമെന്ന് അറിയണം. ഇതൊക്കെ സാധാരണം, ഇപ്പൊ പറയാം. ആട്ടെ, നിങ്ങളുടെ പേരെന്താ? ചിദംബരം. ജനിച്ച വർഷം ഏതാ? 63. മാസം? മകരം. തീയതി? 14. സമയം? പകൽ 10:30. എന്താ? കള്ളത്തരമില്ലാതെ ഉള്ളതുപോലെ പറയട്ടെ. പറയ്. 72 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ആയുസില്ല. അതെ, രാഹുദശ മാറുമ്പോൾ, അതായത് നിങ്ങൾക്ക് 72 വയസ്സാകുമ്പോൾ മരണം നിശ്ചയം. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല, കണക്കി കണ്ടതും ബാക്കിയുള്ളത് ദൈവനിശ്ചയവും. സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. എന്താ ഇത് 72 പറഞ്ഞപ്പോഴേ ഇത്രയും സന്തോഷം? 82 പറയായിരുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല. ഇന്ന് രാത്രി ചിദംബരം ആ ബംഗ്ലാവിലെ കിടക്കാൻ പോകുന്നത്. സ്ട്രോങ് ആയിട്ടൊരു ചായതാ. എന്ത്? എവിടെ കിടക്കാന്നാ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഭയപ്പെടുത്തിയില്ലേ, അതേ ബംഗ്ലാവില്. സബാഷ്, കാലയ്ക്ക് സാറേ. ഇതുപോലൊരു പുലിക്കുട്ടിയാണ് ഈ ഗ്രാമത്തിന് ആവശ്യമെന്ന് ഈ വീരപാണ്ടി കുറെ നാളായി ആഗ്രഹിച്ചു വരികയായിരുന്നു. അതെ സാറേ, സാർ അവിടെ തന്നെ താമസിക്കണം. സാറിന്റെ ഒരു രോമത്തെ പോലെ ആരും തൊടൂല. ഐ ആം വീരപാണ്ടി MP. മെമ്പർ ഓഫ് പഞ്ചായത്ത് ബോർഡ്, ഈശ്വരൻ കോട്ടയം. അതെ, ഈ നാട്ടിലുള്ള അന്ധവിശ്വാസം ഒക്കെ മാറ്റിയെടുക്കണം. അതിന് ഈ വീരപാണ്ടി സാറിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എടാ വീരപാണ്ടി, നിനക്കിത് വേണ്ടാത്ത പണിയാ. എന്ത് പരിപ്പോടെ എന്നതാ? താനെന്തിനാ വായ പിടിക്കണത്? കാര്യം ഞാൻ കൊടുത്തോളന്നേ. നിന്നെ പറ്റിയല്ലടാ, പ്രേതത്തെ പറ്റി. എന്തോരം നാളെ നിങ്ങളൊക്കെ പ്രേതകഥ പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ നോക്കിക്കോ, എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഈ സാറിനാണെങ്കിൽ നല്ല ബുദ്ധിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ നാട്ടിലെ അന്ധവിശ്വാസം ഒക്കെ പൊളിച്ചെടുക്കും. വാ സാറേ. എടാ നിക്കടാ. എന്നാടാ? അയ്യോ, രാജേട്ടനാണ്. എന്നാട്ടാ? അപ്പൊ പ്രേതവും പിശാചും ചെകുത്താനെ ഒന്നും പേടിക്കണ്ടെന്നാണോ പറയണത്? എന്തോന്ന് പ്രേതം പിശാച് ചെകുത്താൻ? എന്ന് ചേട്ടൻ ഈ നാട്ടിൽ വന്നോ അന്ന് ഈ നാട്ടിലുള്ള പ്രേതം പിശാചും ഒക്കെ നാട് വിട്ടു പോയതാ. ഇപ്പോ മാടനും ചെകുത്താനും പിശാചും പ്രേതം ഉണ്ടെന്ന് കരുതുന്നു. അത് സത്യമാണെന്ന് വിശ്വസിക്കാം. അപ്പൊ ജോത്സ്യം സത്യമല്ലേ? ജാതക പ്രകാരം എനിക്ക് 72 വയസ്സ്. ഞാനെന്തിനെ പേടിക്കുന്നേ? അടിപൊളിയായിട്ടുണ്ട് സാറേ. ഒന്ന് മാറിക്കേ. എന്റെ സാറേ, പ്രേതം എന്ന് പറഞ്ഞ എന്താ? 72 വയസ്സ് വരെ ജീവിക്കേണ്ട ഒരുത്തൻ 30ാമത്തെ വയസ്സിൽ തന്നെ ട്രെയിനോ ബസ്സോ കയറി അല്പായുസായിട്ട് മരിച്ചാൽ ബാക്കി 42 വർഷം അവൻ പ്രേതമായിട്ട് അലയും. ഇത് ശരിയാവില്ല. ഇവിടെ നിന്ന് ആ കുഴപ്പം. സാറേ, നമുക്ക് പോവാം. വാ. എന്താ?
എൻ്റെ ബാഗ്. ആ അത് വേഗം എടുത്തോ. ഇവിടെ ഇരുന്ന ഓരോന്നും പറഞ്ഞ് വെറുതെ അവർ പേടിപ്പിക്കും. ആ അയ്യോ, ചായ. വെറുതെ എന്തിനാ ചായ കുടിക്കണേ? സീരിയസ് ആയിട്ട് വേറെ വല്ലതും കുടിക്കാലോ, ഒരു ധൈര്യം വരാനായിട്ട്. കയ്യിൽ എത്ര കാശുണ്ട്? എല്ലാം കൂട്ടി എൻ്റെ 60 രൂപയോ. എൻ്റെ അമ്മോ, 60 രൂപയോ? 60 60, അതുകൊണ്ട് പൂശാലോ. ചേച്ചേ, അത് പിന്നെ ഞാനൊരു അധ്യാപകനല്ലേ. അല്ലാന്ന് ഞാൻ പറഞ്ഞോ? ഇത് നോക്ക്, ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ പറഞ്ഞത്. വാ. ആ എന്ത് പറ്റുമോ ആദ്യാരെ? ചാരായത്തിൽ ഈച്ച വീണം. ഇത് ഭൂമിദേവിക്കുള്ളതാ. കുടിച്ചതിന് ശേഷം നമ്മൾ ചെയ്തൊക്കെ ക്ഷമിക്കണ്ടേ? ആ അതും ശരിയാ. കൂടെ ഒന്ന് തെറ്റി വീണവർക്കൊരു സൗകര്യമായിരിക്കും. വെള്ളം ഒഴിക്കാതെ ഇതും കൂടെ ചെലുത്തിക്കോ. ആ വീരപാണ്ടി, നീ പറഞ്ഞ പോലെ കുറച്ചായി വരുന്നുണ്ട്. എന്തോന്ന് ധൈര്യം? അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് ഈ നാടിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ. എടാ വീരപാണ്ടി, പോടാ. എനിക്കൊരുത്തൻ്റെയും കൂട്ട് വേണ്ട, എന്നെ ഞാൻ നോക്കിക്കോളാം. പോടാ. എവിടെ നീ? ഒളിച്ചിരിക്കാതെ ധൈര്യമുണ്ടേ പുറത്തു വാ. പുറത്തു വരാൻ. നന്നായി കേട്ടോ, ഇരുണ്ട് മൂടി കിടന്ന് ബംഗ്ലാവിന് ഇനി ഞാനാ വെളിച്ചം. എല്ലാ അധികാരം എൻ്റെ കയ്യിലാ, മനസ്സിലായോ? നീ 19 പേരെ കൊന്നിട്ടുണ്ടാവും, 19,000 പേരെയും കൊന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ചിദംബരത്തിന് മാത്രം നിനക്കൊരു ചൂക്കും ചെയ്യാൻ കഴിയില്ല. നിന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് ഈ ഗ്രാമത്തിന് വേണ്ടി വന്നിരിക്കുന്ന വീരൻ ചിദംബരം, വീരചിദംബരം BA. 72 വയസ്സ് വരെ ഞാൻ രാജാതിരാജനാ. ഇത്രയും കാലം പെറ്റമ്മയുടെ രക്തത്തിന്റെ ചൂടേറ്റ് വളർന്ന ശരീരം അത്. എന്നെ തൊട്ടാ എരിഞ്ഞ് ചാമ്പലാവും. എന്താടാ വലിയ പ്രേതം, ബ്ലാഡി പ്രേതം, ഫൂൾ. സൈലൻസ്, 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 സൈലൻസ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഇങ്ങനെ എല്ലാവരും ചേർന്ന് ബഹളം വെച്ചാൽ ഞാൻ ആരോടാ മറുപടി പറയേണ്ടത്? ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് ചോദിക്കണം. അറിയുന്നതിന് ഉത്തരം പറയാം. സാറിന്റെ പേരെന്താ? ചിദംബരം. സാറിന്റെ വീട് എവിടെയാണ് സാർ? മണ്ണാർക്കോവില്. വീട്ടിൽ ആരൊക്കെയുണ്ട് സാറേ? അമ്മ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ലേ? എൻ്റെ കൂടെ പിറന്നത് 2 അനിയത്തിമാരാ. അവരുടെ കല്യാണം കഴിഞ്ഞു. സാറിന്റെ കല്യാണം കഴിഞ്ഞോ? എന്താ? അമ്മയെ നോക്കാൻ പോലും വരുമാനം തികയുന്നില്ല, പിന്നെ ഒരു കല്യാണം കഴിച്ചാലോ? സാറേ, നല്ല സ്ത്രീധനത്തോടു കൂടി ഒരു പെണ്ണ് വന്നാ കല്യാണം കഴിക്കോ?
സ്ത്രീധനൊന്നും വേണ്ട, നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ് വന്നാൽ നോക്കാം. ഇന്നലെ സാറ് പ്രേത ബംഗ്ലാവിലാ കിടന്നതല്ലേ? അതെ. എന്നിട്ട് അവിടെ ഒന്നും കണ്ടില്ലേ? ആ, അതുണ്ടെങ്കിലല്ലേ കാണാൻ കഴിയൂ. അവിടെ ഉണ്ട് സാറേ. ഇന്നലെ സാറിന്റെ അടുത്ത് പ്രേതം വരാത്തതിന് കാരണമുണ്ട്. എന്ത് കാരണം? സാറിനറിയില്ലേ, പൗർണമിയുടെ അന്ന് ഒരു പ്രേതവും പുറത്തു വരില്ല. എങ്ങനെ? സാറേ, ഇന്നലെ പൗർണമി ആയിരുന്നില്ലേ, അതുകൊണ്ട് പ്രേതം വന്നില്ല. ഇന്ന് തീർച്ചയായിട്ടും വരും. ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞില്ലേ? അല്ല, നിങ്ങളുടെ പള്ളിക്കൂടത്തിൽ പുതുതായൊരു വാദ്യാര് വന്നെന്ന് കേട്ടല്ലോ. അയാളുടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നേടാ മക്കളെ. അയ്യോ നിർത്തടാ, ഓരോരുത്തരായിട്ട് പറഞ്ഞാലെന്താ? ആദ്യം നീ. മാഷിന്റെ പേര് ചിദംബരം എന്നാ. BA വരെ പഠിച്ചിട്ടുണ്ട്. മാഷിന്റെ കല്യാണം ആയിട്ടില്ല. That's good. Beautiful. അടക്കോതുക്കുള്ള നല്ലൊരു പെണ്ണാണെങ്കിൽ കല്യാണം കഴിക്കാന്ന്. എന്ത് ചെയ്യാനാ, നീ എങ്ങനെ അല്ലല്ലോ. നീയും അയാളും ഒട്ടും മാച്ചാവൂല. എന്താടാ? നമ്മുടെ പുതിയ മാഷ് ഭാവി നോക്കാൻ ജോത്സ്യന്റെ വീട്ടിൽ പോകുന്നു. ഓഹോ, നിങ്ങളെല്ലാവരും സ്ഥലപ്പെട്ടെ? പോയി. ഈ തകടെടുത്തോണ്ട് നേരെ അരമന വീട്ടിലേക്ക് പോയിട്ട് ആ വീടിന്റെ മുറ്റത്ത് കുഴി തോണ്ടിയിട്ട് ഇത് കുഴിച്ചിട്ടിട്ട് ചവിട്ടാണ്ട് മുന്നോട്ട് പോവാ. എന്നാ കിടക്കണേന് മുമ്പ് ഈ തീർത്ഥം ചുറ്റും തളിക്കുക. അതിനുശേഷം അത് മറികടന്ന് ഒന്നും വരില്ല. പോണ വഴിയിൽ ശകുനം നോക്കണം. ആദ്യം കാണുന്നത് ആൺമൃഗമാണെങ്കിൽ പ്രശ്നമാണ്, മിണ്ടാതെ തിരിഞ്ഞോണം. പെൺമൃഗമാണെങ്കിൽ കണ്ണു അടച്ചുകൊണ്ട് പോവാം. എൻ്റെ മന്ത്രം ഫലിക്കുന്നു എന്നർത്ഥം. പോയിട്ട് വാ. രക്ഷപ്പെട്ടു. താങ്ക്സ്. രക്തരക്ഷ ആത്മരക്ഷ ഹരഹര ശങ്കര ശിവ ശിവശങ്കര. രക്തരക്ഷ ആത്മരക്ഷ ഹരഹര ശങ്കര ശിവ ശിവശങ്കര. രക്തരക്ഷ ആത്മരക്ഷ ഹരഹര ശങ്കര ശിവ ശിവശങ്കര. ശിവ ശിവശങ്കര ശിവ ശിവശങ്കര ശിവ ശിവശങ്കര. രക്തരക്ഷ ആത്മരക്ഷ ഹരഹര ശങ്കര ശിവ ശിവശങ്കര. ഹരഹര ശങ്കര ശിവ ശിവശങ്കര. മന്ത്രിച്ച് തകിട് ഞാൻ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കുന്നവരെ എനിക്കൊരു പേടി ഉണ്ടാവില്ല. എൻ്റെ ഒരു മുടിനാര് പോലും നിനക്ക് തൊടാൻ പറ്റില്ല.
അയ്യോ ചിദംബരം, നാട്ടിൽ നിന്റെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അമ്മയ്ക്ക് സുഖം തന്നെയാ. നിന്റെ അനിയത്തിമാരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞല്ലോ, പിന്നെ നീ എന്താ കല്യാണം കഴിക്കാത്തത്? കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ഒത്തുവരണ്ടേ. അതെ അതെ, അടക്കോ ഒതുക്കോ ഉള്ളൊരു പെണ്ണിനെയല്ലേ നിനക്ക് വേണ്ടത്? അതെ, അത് തന്നെ ആഗ്രഹം. ഓഹോ, ഇതെല്ലാം എങ്ങനെ അറിയാം? എന്നോട് ഇത്തരത്തിലുള്ള എതിർ ചോദ്യങ്ങളൊന്നും വേണ്ട. ഇല്ല, ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. പോയി കിടന്നുറങ്ങിക്കോ. ഇന്ന് ഞാൻ ഈ ബംഗ്ലാവ് വിട്ട് പോവാ. എനിക്ക് മോക്ഷത്തിലെത്താൻ സമയമായി. നീ നിന്റെ ഭാവി ഭാര്യയെക്കുറിച്ച് സ്വപ്നം കണ്ട് മെനക്കെടണ്ട. നാളെ ഞാൻ വീണ്ടും വരും. ഗുഡ് മോർണിംഗ്. വളരെ നന്ദിയുണ്ട്. നിന്നുപോയ ശ്വാസം ഇപ്പോഴാ പുറത്തു വരാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഈ നാട്ടിലുള്ള പിള്ളേർ എന്തൊക്കെ പറഞ്ഞാ ഭയപ്പെടുത്തിയേ. ഇത്രയും സ്നേഹമുള്ള പ്രേതമാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്താ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ അരമന വീട്ടിൽ കാവലിന് പുതിയതായിട്ട് ആരോ വന്നിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് വല്ലതും അറിയാവോ? അറിയാം മുത്തച്ഛ. 2 നാളായിട്ട് അവിടെ താമസിക്കുന്നു എന്നറിഞ്ഞു. ശരിയാണോ? അതെ. നല്ല സുഖമില്ല. 3 ദിവസമായിട്ട് അമ്പലത്തിലും പോയില്ല. അതുകൊണ്ടാ. ഓഹോ, ഉടനെ അവനെ അവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ നല്ലതല്ല. അങ്ങനെയൊന്നും പറയല്ലേ മുത്തച്ഛ, അദ്ദേഹം വളരെ നല്ലവനാ. വേലു, ഈ അരമന വീട്ടുകാരുടെ ചരിത്രം എന്താ? സാർ, ഈ നാട്ടിൽ ശിവസ്വാമി നായ്ക്കർ എന്നൊരു വലിയ മനുഷ്യനുണ്ട്. നിയമപ്രകാരം അങ്ങേർക്ക് കിട്ടേണ്ടതാണ് നിങ്ങൾ താമസിക്കുന്ന വീടും അതിനോട് ബന്ധപ്പെട്ട സ്വത്തും. എന്നാലിപ്പോ അതൊന്നും അദ്ദേഹത്തിന്റെ കൈവശമല്ല. 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനെ അമ്മയെയും സ്വത്ത് കൈവശപ്പെടുത്താൻ പാർട്ട്ണർമാർ വെട്ടിക്കൊന്നു. അതുമാത്രമല്ല, ആ 4 വയസ്സുള്ള കുട്ടി സ്വന്തമല്ല, ദത്തെടുത്താന്ന് വരെ പറഞ്ഞ് കോർട്ടിൽ കേസ് കൊടുത്തു. കോടതി ഈ കുട്ടിക്ക് സ്വത്തിൽ യാതൊരുവിധ അവകാശമില്ലെന്ന് വിധിച്ചു. ആ 4 വയസ്സുള്ള കുട്ടിയെ നോക്കാൻ സേലത്തുനിന്ന് വന്ന വേലക്കാരി അലമേലു ഈ അന്യായം കണ്ട് സഹിക്കാൻ പറ്റാതെ ആരെയും അകത്ത് കിടക്കാൻ സമ്മതിച്ചില്ല. വാതിലടച്ച് ദേഹത്ത് മണ്ണെണ്ണൊഴിച്ച് ആത്മഹത്യ ചെയ്തു. ആ അലമേലു ആണ് ഇപ്പൊ അവിടെ ഉള്ള പ്രേതാത്മാവ്. രാത്രി എണീറ്റ് അരമനയിലേക്ക് പോകുന്ന ആ പ്രേതാത്മാവിനെ പലരും കണ്ടിട്ടുണ്ട്. ആ പ്രേതാത്മാവ് സ്വന്തക്കാരെയും പാർട്ട്നേഴ്സിനെയും ഈ നാട്ടിൽ നിന്ന് വിരട്ടി ഓടിച്ചു. ഇപ്പം ആ വീട് നിയമമനുസരിച്ച് മദ്രാസിലുള്ള രംഗനാഥ നായ്ക്കരുടെ കയ്യിലാണ്. അയാളാണ് നിങ്ങളെക്കൊണ്ട് എഗ്രിമെന്റിൽ ഒപ്പിടിച്ച് ഇങ്ങോട്ട് അയച്ചത്. അങ്ങേരി വീട് വിൽക്കാൻ പല ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷെ പ്രേതബാധയുള്ള വീടായതിനാൽ ആരും വാങ്ങാൻ മുന്നോട്ട് വന്നില്ല. ആ പ്രേതത്തിന്റെ കോപത്തിൽ നിന്ന് ഈ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശിവസ്വാമി നായ്ക്കർ കഴിഞ്ഞ 19 വർഷമായി പൂജ നടത്തിക്കൊണ്ടുവരുന്നത്. ഈ വർഷത്തേതാ അവസാന പൂജ. തന്റെ ഒരേ മകളും മരുമകനും മരിച്ചത് പിന്നെ പേരക്കുട്ടി ശിവസ്വാമിയെ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ടുവരികയാണ് ശിവസ്വാമി നായ്ക്കർ. അറുമുഖം ഇവിടെയുണ്ട് സാറേ. അഴകസുന്ദരി ഇവിടെയുണ്ട് സാർ. ഭൂതപ്പാണ്ടി പുറത്തുണ്ട് സാറേ. എന്താടാ വൈകിയേ? ഇന്ന് ക്ലാസ്സിലെന്ന് കരുതി സാറേ. എന്തിനങ്ങനെ കരുതിയേ? ഇന്നലെ പൗർണമി അല്ലല്ലോ, അപ്പൊ സാറ് ധൈര്യമായിട്ട് ആ ബംഗ്ലാവിൽ കിടന്നു കാണും. പ്രേതം വന്ന് സാറിനെ നെഞ്ചി പിളർന്ന് രക്തം കുടിച്ച് സാറ് മരിച്ചു കാണും. അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ലെന്ന് കരുതി. പ്രേതം വന്നില്ല സാറേ. കള്ളത്തമ്മാടി വാടവിടെ. നിനക്കൊരു കൂടുതലാ. അവന്റെ വലിയ വയല വർത്താനം. പോയി അച്ഛനെ കൂട്ടി കൊണ്ടുവന്നിട്ട് ക്ലാസ് കയറിയാൽ മതി. പോകാൻ പറഞ്ഞില്ലേ?
മര്യാദയ്ക്ക് നടന്നാൽ ഞാനും മര്യാദക്കാരനാ, പറഞ്ഞേക്കാം. എന്നോട് അഭ്യാസം കാണിക്കാൻ വന്നാൽ എല്ലാത്തിൻ്റെയും കൈയും കാലും തല്ലി ഒടിച്ച് ഉപ്പും മുളകും ചേർത്താൽ ജലത്തിന് മുഖത്തൊഴിക്കും. അണ്ടർസ്റ്റാൻഡ്? എന്താ ഇത്? അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? ആ, ഈ കരച്ചിലൊന്ന് നിർത്തിയേ. നീ അച്ഛനെ വിളിച്ചോണ്ട് പോവെന്നും വേണ്ട. മര്യാദയ്ക്ക് നാളെ ക്ലാസ്സിൽ കയറി ഇരുന്നോണം, കേട്ടല്ലോ? ഇല്ല ചേച്ചി, സാറടിക്കും. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. നാളെ എന്തായാലും നീ സ്കൂളിൽ പോകുന്നു. ആ വാദ്യരുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റടാ. നീ കരയാതെ വീട്ടിൽ പോ. പോടാ, പോ. ചിദംബരം, ഇന്ന് നീ ആ പാവപ്പെട്ട പയ്യനെ തല്ലിയല്ലേ? ആ ബംഗ്ലാവിൽ ഒരു രാത്രി ഉറങ്ങിയിട്ട് ആളിപ്പോഴും ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അത് 8ാമത്തെ അത്ഭുതം തന്നെ. ചായക്കടേ, തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരായിരുന്നു പറഞ്ഞ പോലെ അല്ലത്. എന്താ നടന്നതെന്ന് എനിക്കറിയോ? വാദ്യാര ആ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയത് ഞാനാ. അവിടെ ചെന്ന് കഥ അങ്ങോട്ട് തുറന്നു. അപ്പോഴേക്കും കടകടാന്നൊരു ശബ്ദം. നോക്കിയപ്പോൾ വാദ്യാരുടെ കാല്. താനെന്തിനാ നോക്കണത്? ഞാനല്ല പേടിച്ചത്. വാദ്യാര് പേടിച്ച് മൂത്രമൊഴിച്ചു പോയെന്ന്. ശരി, വാദ്യാരെ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ധൈര്യമൊക്കെ കൊടുത്ത് വിശദമായിട്ട് സ്ഥലമൊക്കെ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ കാണുന്നത് തീന്മേശ. ഇവിടെ ഇരുന്ന് വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ. ഇത് ബാത്റൂം. ഇവിടെ വേണം നിങ്ങൾ കുളിക്കാൻ. ഇവിടുന്ന് നേരെ വന്നാ ഇതാണ് ബെഡ്റൂം. ഇവിടെ വേണം നിങ്ങൾ ഉറങ്ങാൻ. അവിടുന്ന് ഇപ്പുറത്തേക്ക് വന്നാ ഇതാണ് പ്രേതമുള്ള സ്ഥലം. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് വെച്ച് ധൈര്യം സ്ലിപ്പായി പോകരുത്. അഥവാ എന്തെങ്കിലും സ്ലിപ്പായി പ്രേതം അങ്ങനെ എഴുന്നേറ്റാ ഒറ്റയടിക്ക് നിങ്ങളുടെ കഥ കഴിയും. കഥ കഴിഞ്ഞാലും ധൈര്യം കൈവിടിയരുത് എന്നും പറഞ്ഞ് 1.5 മണിക്കൂർ ധൈര്യം കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ഈ വീരപാണ്ഡ്യ സമൂഹ സേവകൻ 10th സ്റ്റാൻഡേർഡ് ഈശ്വരൻകോട്ടെ MP. ആരത്? വാടാ, ഇന്ന് നീ എന്റെ കൂടെ കിടക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെളിയിൽ കറങ്ങി കിടക്കുന്ന പെണ്ണുമുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അവളോട് ചോദിച്ചിട്ട് നാളെ വരാം. അതുപോലെ സാറേ. എന്തിനാടാ? ഇന്ന് തന്നെ കിടന്നൂടെ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ട്. അവളോട് ഇതൊക്കെ പറയണോ? എന്തെങ്കിലും നമുക്ക് പ്രേതത്തിനോട് പറയാം. ഹലോ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. കൂട്ടിന് വീരപാണ്ഡ്യ കൂടി ഉണ്ട്. അവൻ പുലിയാണ് കേട്ടാ. വെറും പുലിയല്ല, ഒരു പുപ്പുലി. നീ ഇങ്ങോട്ട് വാട വീരപാണ്ഡ്യ. ചായക്കടയിൽ വലിയ ഡയലോഗ് അടിച്ചല്ലേ, അതൊക്കെ ഇവിടെ കാണിക്കേ. എന്തെങ്കിലും പറ. നമസ്കാരം. ഞാൻ വെറുതെ തമാശക്കാ ഇവനെ കൂട്ടിക്കൊണ്ട് വന്ന്. തെറ്റിദ്ധരിക്കരുത്, ഇവൻ നല്ലവനാ. എന്താ കേൾക്കുന്നില്ലേ?
എന്ത് ധൈര്യത്തിലാ എന്റെ അനുമതി ഇല്ലാതെ അയാളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? എന്നോട് ക്ഷമിക്ക്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ക്ഷമിക്കാനും മറക്കാനും ഒക്കെ മനുഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്നാ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലല്ലോ. ഞാൻ വിചാരിച്ച എനിക്കിപ്പൊ തന്നെ നിന്നെ കൊല്ലാൻ സാധിക്കും. അതിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി ഞാനിപ്പൊ നിനക്ക് പറഞ്ഞു തരാം. ഭവാനി പുഴയുടെ കിഴക്ക് വശത്ത് താഴിയൂർ എന്നൊരു ഗ്രാമത്തില് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ബ്രഹ്മചര്യം തെറ്റിക്കാതെ ഭയഭക്തിയോടെ പോകണം. നിന്നെ എന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്ക. ചെയ്യില്ലേ ചിദംബരം? ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ അവിടെ നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവവാക്യം പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇത് സത്യം, സത്യം, സത്യം. ഞാൻ നിന്നെ വിശ്വസിക്കാം. ഇന്ന് നീ പള്ളിക്കൂടത്തില് ഒരു പയ്യനെ തല്ലിയല്ലേ? ആ, അടിച്ചു. ഭൂതപാണ്ടി എന്ന് പറയുന്നൊരു കുട്ടിയെ. ഇനി അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ വഴക്ക് പറയരുത്, കൈ നീട്ടി അടിക്കരുത്. മനസ്സിലായല്ലോ? ആ, അങ്ങനെ ചെയ്തോളാം. ഞാനിപ്പോ പോവാ, മോക്ഷം തേടി. നീ ഉറങ്ങിക്കോ. താങ്ക്സ്. ഞാൻ പോവാന്ന് കേട്ടപ്പോഴേ നിനക്ക് ഇത്രയ്ക്ക് സന്തോഷോ? അങ്ങനെയല്ല, എന്നോട് സ്നേഹം ദയം തോന്നിയില്ലേ, അതിൻ്റെ ഒരിതാണ് ഞാൻ പറഞ്ഞ താങ്ക്സ്. സത്യമായിട്ടും പറയാ, നിങ്ങളെ നീയെന്ന് വിളിക്കാവോ? പിന്നെന്താ? സത്യമായിട്ടും പറയാ, നീ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പോയി കഴിഞ്ഞാലാ പേടി. ഞാൻ ഒറ്റയ്ക്കാവില്ലേ? എനിക്ക് പോകാതെ പറ്റില്ല ചിദംബരം. മോക്ഷം കിട്ടണ്ടേ, മോക്ഷം. We'll meet tomorrow. Tomorrow is Wednesday. I expect your presence, Chidambaram. Definitely, of course. അമ്മേ ദേവി, എൻ്റെ പേര് ചിദംബരം എന്നാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അധ്യാപക ജോലി കിട്ടിയത്. ഈ ജോലി എനിക്ക് സ്ഥിരമാവണമെങ്കിൽ ആ അരമന വീട്ടിൽ വാച്ച്മാനായി ജോലി നോക്കണമെന്ന കണ്ടീഷൻ. അറിയാതെ ഞാൻ അവിടെ പോയി കിടന്നുകൊണ്ട് അവിടെയുള്ള പ്രേതത്തിൻ്റെ കോപത്തിനിരയായി. ആ കോപം തണുക്കണമെങ്കിൽ നിന്നെക്കൊണ്ടേ കഴിയൂ അമ്മേ. നീ നിന്റെ ഭക്തരെ കാത്തു രക്ഷിക്കുന്നത് ശരിയാണെങ്കിൽ ഈ പാവത്തിനെയും രക്ഷിക്കണം. നീ മാത്രം ആശ്രയം. കാത്തോളണം അമ്മേ. അമ്മേ, നിന്റെ കരുണ കൊണ്ടാണ് അരമന വീട് മറ്റൊരുത്തൻ്റെ കയ്യിൽ പോകാതെ എനിക്ക് കാത്തു രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇനി ഒരേ ഒരു പൂജ കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിയുന്നവരെ എൻ്റെ മനസ്സിലുള്ള ആശയ്ക്കൊരു ഭംഗം വരുത്താതെ നീ വേണം കാത്തു രക്ഷിക്കാൻ. എടാ ഭൂതപ്പാണ്ടി, മാഷ് നിന്നോട് അച്ഛനെയും കൂട്ടി സ്കൂളിലോട്ട് വരാൻ പറഞ്ഞല്ലേ? താളവും പിടിച്ചോണ്ടിരുന്നോ? ഇപ്പൊ വരും ചിദംബരം മാഷ്. ഞാനെല്ലാം അങ്ങോട്ട് പറയുന്നുണ്ട്. അടിച്ചു പോകുന്നൊരു ഷേപ്പ് മറ്റേ എന്താടാ ചിദംബരം മാഷ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നേ? Sit down, sit down. സാർ, ഭൂതാവന്റെ അച്ഛനെ കൊണ്ടുവരുന്ന ക്ലാസ്സിൽ കയറി ഇരിക്കുന്നു സാറേ. സാറേ, ഭൂതപാണ്ടി മഹാവികൃതിയാണ് സാറേ. സൈലൻസ്, സൈലൻസ്. സാർ, ഭൂതപ്പാണ്ടി ക്ലാസ്സിൽ കയറി ഇരിക്കുക. അവനെ പിടിച്ചോ. ആ, അവ ഇരിക്കട്ടെ. സാർ, അവൻ ചിരിക്കണ്. അവൻ തെമ്മാടിയാ സാറേ. Sit down, sit down. ആറുമുഖം. ഉണ്ട് സാറേ. ഭുവനേശ്വരി. ഉണ്ട് സാർ. ഭൂതപ്പാണ്ടി. ഭൂതപ്പാണ്ടി. ഇവിടെ ഉണ്ട് സാറേ. നീയാണോടാ ഭൂതപ്പാണ്ടി? അല്ല സാർ. പിന്നെ നീ എന്തിനാ പറഞ്ഞേ? അവന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നല്ലോ. അവൻ പറഞ്ഞാലെന്താ ഞാൻ പറഞ്ഞ എന്താ? അതെയോ? അതെയോടാ? അപ്പൊ ഇത് നീ വാങ്ങിച്ചാലെന്താ? അവൻ മേടിച്ചാലെന്താ? പോടാ, പോയി അച്ഛനമ്മയെ വിളിച്ചോണ്ട് വാ. മാഷേ, ഞാൻ പോയി അച്ഛനെ കൊണ്ടുവരാം. അപ്പ അറിയാ ഞാൻ ആരാണെന്ന്. എന്താടാ കാണിക്കടാ? നീ എന്ത് കാണിക്കുന്ന? എന്താ പുതിയ മാഷിനെ തല്ലി. എന്ത്? സാർ, നിക്ക്. എന്താ വേലു? സാറെന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോണേ? നീ എന്താ പറയുന്നേ? സാറിനൊരു പയ്യനെ അടിച്ചോ? ഉവ്വ്. അയ്യോ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് തല്ലി തിരുത്തേണ്ടത് അധ്യാപകന്റെ കടമയല്ലേ? അയ്യോ സാർ, ആ വഴിക്ക് പോകരുത്. എന്താ? സാറിനെ അടിക്കാൻ ആ പയ്യന്റെ അച്ഛനും കൂട്ടുകാരും കുടിച്ച് ഫിറ്റായി നിൽക്കുക അവിടെ.
അയാൾ സാറിനെ തേടി ഇപ്പൊ ഇവിടെ വരും. വേഗം പോ സാർ. അയ്യോ വേഗം പോ സാർ. പോ സാർ. ജോസപ്പണ്ണ, നിങ്ങൾ ഇവിടെ നിൽക്കണ വിവരം മാഷ് അറിഞ്ഞിട്ട് അയാൾ വേറെ വഴി കൂടി പൊയ്ക്കളഞ്ഞ്. ആളിന്റെ പൊടി പോലും ഇല്ല അണ്ണാ. അയ്യോ കൊള്ള റാസ്കിൾ, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ അവന് വേറെ വഴിക്ക് പറഞ്ഞു വിട്ട് നീ എന്റെ മുമ്പിൽ വന്ന് നാടകം കളിക്കുന്നോ? ഇതാ നോക്ക്, ആ പന്ന വാദ്യാരി ലോകത്തിന്റെ എവിടെ പോയി ഒളിച്ചിരുന്നാലും ശരി ഈ ജോസഫിന്റെ കൈ കിട്ടാതെ പോവില്ല. എവിടാ അവൻ? എന്താടാ ജോസഫേ, എന്താ ഇവിടെ? അണ്ണാ, അവൻ എന്റെ മോന്റെ മേത്ത് കൈവച്ചണ്ണ. ആരാടാ അവൻ? അറിഞ്ഞില്ലേ? ആ പള്ളിക്കൂടത്തിൽ പുതിയതായിട്ട് വന്ന വാദ്യാരില്ലേ, അവൻ തന്നെ. എന്റെ മോനെ അടിച്ചത് മാത്രമല്ല, എന്നെയും ചത്തുപോയ അവന്റെ അമ്മയും കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞു. അതിനെന്തിനാണ് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നേ? അവനെ പിടിച്ചോണ്ടൊന്ന് കാലും കൈയും തല്ലി ഓടിച്ച് രണ്ട് മെതിച്ചാൽ അപ്പൊ അവന് മനസ്സിലാവും ഈ നാടെങ്ങനെയാ, ഈ നാട്ടുകാരെങ്ങനെയാന്ന്. വാടാ നീങ്ങിക്ക്. അവന് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഇവിടെ നിപ്പുണ്ടെങ്കിൽ പോയി പറഞ്ഞേക്ക്. അവനിട്ടൊരു പണി കൊടുക്കാതെ ഈ ജോസഫ് അടങ്ങില്ലെന്ന്. വാടാ. വന്നോന്ന് ഇങ്ങോട്ട് നോക്ക്. ഇത്തരം വേലയൊന്നും നമുക്ക് ശരിയാവില്ല. സ്കൂളിലൊരു കുട്ടി തെറ്റ് ചെയ്തിട്ട് അവനെ അധ്യാപകൻ ശിക്ഷിച്ചില്ലെങ്കിൽ അത് ആ പള്ളിക്കൂടം മുഴുവൻ ഒരു മാറാരോഗം പോലെ പടരും. അവനെ കൈനീട്ടി അടിക്കരുന്ന് വലിയ കലക്ടർ പോലെ ഇങ്ങനെ കൽപ്പിച്ചാൽ എങ്ങനാ? വഴക്കം പറഞ്ഞില്ല, കൈനീട്ടി അടിച്ചില്ല. അവനന്ന് വേറെ തന്നെ തല്ലിയത്. അതുകൊണ്ട് അവനെ പോലുള്ള കുട്ടികളോടൊക്കെ ഞാനല്ലേ സമാധാനം പറയേണ്ടത്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ചിദംബരം? ഇപ്പൊ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചോ? പിന്നല്ലാതെ, ഈ നാട്ടിൽ ഞാനൊരു അധ്യാപകനാ. എനിക്കും ഒരു വില വേണ്ടേ? ആ പയ്യന്റെ അച്ഛൻ ഇവിടുത്തെ വലിയ ഗുണ്ടയാണത്രേ. 4 പേരുടെ മുന്നിൽ വെച്ച് അയാൾ എന്നെ തല്ലിയ ഈ നാട്ടിൽ എനിക്ക് മാന്യത ഉണ്ടാവോ? എന്റെ സ്റ്റുഡൻസ് എന്നെ അനുസരിക്കോ? അടിച്ചാ തിരിച്ചടിക്കണം. എങ്ങനെ? അടിച്ചാ തിരിച്ചടിക്കണോന്ന്. ഇങ്ങോട്ട് നോക്ക്. ഈ വഴക്കം വെക്കാണെന്ന് എനിക്ക് പരിചയമില്ല. ശരി, വേണ്ട. ആദ്യം നീ 2 നല്ല ഡയലോഗ് കാച്ചി അവനെ നന്നാക്കാൻ നോക്ക്. അല്ലാതെ അവൻ കൈ നീട്ടി അടിച്ചാ നീ അടി അങ്ങ് വാങ്ങിക്കോ. അമ്പടി, എന്തിനാ ഈ വണ്ടടിച്ച് നിക്കുന്നേ? പിന്നെ അവൻ കൈ നീട്ടിയെന്ന് വെച്ചോ, പെട്ടെന്ന് ഒരു പിടി മണ്ണെടുത്ത് നെഞ്ചത്തോട് ചേർത്ത് എന്നെ ധ്യാനിച്ചിട്ട് അടിക്കാൻ ആരംഭിച്ചോ. അത് കഴിഞ്ഞ ഫൈറ്റ് മുഴുവൻ നീ ജയിക്കുള്ളൂ. അങ്ങനെയാണോ? അയ്യോ, ആ അയ്യോ, ശരി, നോക്കിക്കളയാം. എടാ പിള്ളാരെ, നിങ്ങൾ ആരും ഒന്ന് പള്ളിക്കൂടത്തിൽ പോകണ്ട. ഇന്ന് എല്ലാവർക്കും ലീവാടാ. പഠിപ്പിക്കേണ്ട വാദ്യാര് വരാതെ എങ്ങനെ ക്ലാസ് നടക്കും? ജോസപ്പണ്ണ, ഈ ഒരു പ്രാവശ്യം അയാൾക്ക് മാപ്പ് കൊടുത്തേക്കണ്ട. പട്ടി, നീ ആരാടാ പറയാൻ? അവൻ സമാധാനം പറയാൻ വന്നിരിക്കുന്നു. ഇന്നലെ മുതൽ ഞാൻ നിന്നെ നോക്കി വെച്ചിരിക്കുക. ഇനി മേലൊരു അക്ഷരം മിണ്ടിയാൽ നിന്റെ നാവ് ഞാൻ പിഴുതെറിയും. പരട്ട കഴിവറി മോനെ, എന്റെ മോന്റെ മേലെ നീ കൈവച്ചു അല്ലേ? നിർത്ത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളെല്ലാവരും ഭാരതാംബയുടെ മക്കളല്ലേ, കൂടെ പറക്കാത്ത സഹോദരങ്ങൾ. നമ്മളോട് മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ മോനെ അടിക്കാൻ പറഞ്ഞോ? ചേച്ചേ, നോൺ വയലൻസ്, അഹിംസ. മാഷിനടിച്ചിട്ട് നീ എന്തിനാണ് താഴെ വീണത്? എല്ലാവരും എഫക്റ്റിനാ. ജോസഫ്, നീ എന്നെ തല്ലിയതിൽ എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. കുമാരനാശൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അദ്ദേഹം മാത്രമല്ല, നീ പൂജിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞത് ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെയാണോ പറഞ്ഞത്? അതെ. അമ്മേ, തല്ലാൻ ആരുമില്ലേ?
തല്ലി വളർത്തിയാലേ കുട്ടികൾ നന്നാവൂ. അത് അധ്യാപക ജോലിയുടെ ധർമ്മം. പോടാ. എന്താണ് തമാശ കാണുമ്പോൾ നിൽക്കുന്നേ? എല്ലാവരും സ്കൂളിൽ പോടാ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? സ്കൂളിൽ പോടാ. ഈ ഏരിയയിലെ വലിയ റൗഡിയാണെന്നാ പേര്. നിനക്കെന്തിനാണ് ഇത്രയും വലിയ മീശ? വടിച്ചു കളഞ്ഞിട്ട് സാരി കൊടുത്തു നടക്ക്. ആണുങ്ങളായ ശരീരബലം മാത്രം പോരാ, ഉള്ളിന് നല്ല ചങ്കൂറ്റം വേണം. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ജാട കാണിച്ചിട്ട് എന്തായി? അടുത്ത തവണ നോക്കിക്കോ. ഡാടാ വായടക്കടാ. അവന്റെ പേരെന്താ? ചിദംബരം. ചിദംബരം. ഏത് നാട്ടുകാരനവൻ? മണ്ണാർകോവിൽ. ആ, അവനിപ്പോ എത്ര നാളായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്? ഒരാഴ്ചയായിട്ട്. എന്ത്, ഒരാഴ്ചയായിട്ടോ? ആ അതെ. ആ, അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? ചിദംബരം. ആ, ഇങ്ങനെ വെറുതെ വിട്ടാൽ അവൻ വലിയ ആളായെന്ന് വിചാരിക്കും. ഒരുപാട് വിളച്ചിലെടുത്താൽ കഴുത്തറുത്ത് പാടത്തിട്ടേരെ. പോലീസുകാർ വന്നാൽ അരമന വീട്ടിലെ പ്രേതം അടിച്ചിട്ടാന്ന് പറഞ്ഞേക്കണം. ശരിയാണോ? എന്ത് എന്ത് ശരിയാന്ന്? പോടാ, പോയി വല്ല ജോലി നോക്കടാ. എന്താടാ പറ്റി നിനക്കൊക്കെ? നടപ്പിലൊരു സ്റ്റൈല്, നോട്ടത്തിലൊരു മിടുക്ക്. അതൊരു ഓർഡറാ. ഓർഡറോ? യെസ്, ORDER, ഓർഡർ. അത് ശരി. ആരുടെ ഓർഡറാടാ? ചിദംബരം മാഷിനെ കുറിച്ച് എന്താ നീ വിചാരിച്ചേ? നാട്ടിൽ അങ്ങനെ പേര് കേട്ടാൽ തന്നെ എല്ലാവരും കിടകിടാന്ന് പറയ്ക്കും, മൂത്രം വരെ ഒഴിക്കും. മാഷിന്റെ ഉത്തരവാ. സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ഡിസിപ്ലിൻ ആയിട്ട് വീടിനെ പോലെ നടക്കണമെന്ന്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും. ഓഹോ, ആ ലെവലിലേക്ക് ഡെവലപ്പ് ആയോ നിന്റെ വാദ്യാര്? അപ്പൊ തീർച്ചയായിട്ടും അങ്ങേർക്കൊരു പണി കൊടുക്കേണ്ടതല്ലേ? നീയാണ് അങ്ങനെ പണി കൊടുക്കാൻ പോണേ? നടന്നത് തന്നെ പോ. എന്താ ഞാൻ പറഞ്ഞു കൊടുത്താ പറ്റില്ലേ? എടാ,
ഈ ശിവകാമി വിചാരിച്ചാ സാധിക്കാത്ത കാര്യവേ ഈ നാട്ടിലില്ല. നിന്റെയൊക്കെ വാതിരല്ലേ അയാളുടെ ഒരു ഡിസിപ്ലിൻ. അയാളെ എന്റെ പുറകെ നടത്തിച്ച് എന്റെ കാലടിയിലെ മണ്ണെടുത്ത് അയാൾ നെറ്റി പൂശി നടക്കുന്നത് നിനക്കൊക്കെ കാണണോ? ഈ ശിവകാമി പറഞ്ഞതുപോലെ ചെയ്യും. നാളെ നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോകുമ്പം ആ പെട്ടിക്കടയുടെ സൈഡിലുള്ള പുളിമരത്തിന്റെ ബാക്കിൽ വന്ന് ഒളിഞ്ഞു നിന്ന് കണ്ടോ. ഇപ്പൊ നിങ്ങളുടെ വാദ്യര് പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ആയിട്ട് പോയിക്കോ. Come on, left, right, left, right, left, right, left, right, left, right. ഇന്ന് കുറച്ച് നേരത്തെ വന്നൂടെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ ടീച്ചിങ് മാസ്റ്റർ ഫൈറ്റിംഗ് മാസ്റ്ററായി അടിച്ച് പൊളിച്ച് തരിപ്പണമാക്കിയ കഥ ശരിക്കൊന്ന് കേൾക്കണ്ടേ? അവിടെ ഇല്ലേ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ എങ്ങനെയാ? രാത്രി മാത്രമേ കണ്ണു കാണൂ, മൂങ്ങയെ കണക്ക്. മുകളിൽ പോയി ഒന്ന് നോക്കിയാലോ? എന്തിനാ വെറുതെ വല്ല വയ്യാവേലിയും വിലക്ക് മേടിക്കുന്നേ? വെറുതെ പറയല്ല, ശബ്ദം തേനിൽ മുക്കി വെണ്ണയിൽ പുരട്ടി വരുന്ന പോലെയാ. നേരിൽ കണ്ടാൽ മുഖം എങ്ങനെയിരിക്കും? പ്രേതമല്ലേ? പന്നിക്കും കരടിക്കുണ്ടായ കുട്ടി പോലെ വൃത്തി കേട്ടിരിക്കും. വന്നോ? ഇന്ന് പാദസരത്തിന്റെ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. എന്തു പറ്റി നിനക്ക്? വന്നതൊരിടങ്ങാറ്. ചിദംബരം, നിന്റെ മനസ്സിലിരിപ്പ് ശരിയല്ല. എന്താ എന്താ അങ്ങനെ? പടിക്കെട്ട് കേറി വരണോന്ന് നീ മനസ്സിൽ ആഗ്രഹിച്ചില്ലേ? ഞാൻ പിശാചാ, ആ മൂങ്ങയെ പോലെയാ. രാത്രി മാത്രമേ കണ്ണു കാണൂ. പെട്ടെന്ന് ഇരുട്ടത്ത് കണ്ട 8:30 തട്ടിപ്പോകുന്ന എന്റെ വികൃതമായ മുഖം നിനക്ക് കാണോ ചിദംബരോ? വേണ്ട വേണ്ട വേണ്ട, എന്നോട് ക്ഷമിക്ക്. ഞാൻ ചെയ്ത തെറ്റൊക്കെ ക്ഷമിക്ക്. ഐ ആം എ പുവർ ചിദംബരം ഫ്രം മണ്ണാർക്കുടി. ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. നോ, ഇല്ല ഇല്ല, നഹി നഹി. ഒരുപാട് സന്തോഷിക്കേണ്ട ചിദംബരം. നിനക്ക് പുതിയ പുതിയ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പേടിയില്ല. കൂട്ടിന് മല പോലെ നീ ഉണ്ടല്ലോ. നിനക്ക് തുണയായിട്ട് ഈ പർവ്വതം മാത്രമല്ല ചിദംബരം, ഒരു സുന്ദരി കുട്ടി വരാൻ പോവാ. സുന്ദരി കുട്ടിയോ? ഒരു പെണ്ണ്. നാളെ തന്നെ അവള് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആ പച്ചക്കിളിയാണ് നിന്റെ ജീവിത സഖി. സഖിയോ? സഖി എന്ന് പറഞ്ഞാൽ? മണ്ട ഗണേശ, നീ താലി കെട്ടാൻ പോകുന്ന പെണ്ണ്. എവിടെ? എപ്പോ കാണാം? എപ്പോഴും നീ ചായ കുടിക്കുന്ന ആ ചായക്കടയില്. ഞാൻ എങ്ങനെയാ അവിടെ അറിയാ? അവള് പച്ച കളറിലുള്ള ബ്ലൗസും സാരിയും ധരിച്ചിട്ടുണ്ടാവും. അവളെ സാധാരണക്കാരിയായിട്ട് കാണണ്ട, മഹാ അഹങ്കാരം പിടിച്ചവളാ, വലിയ തന്റേടിയുവാ. നാളെ അവളെ കാണുമ്പോ പെട്ടെന്ന് കുനിഞ്ഞൊരു പിടി മണ്ണെടുത്ത് എന്നെ ധ്യാനിച്ച് ആരും കാണാതെ നെറ്റിയിൽ പൂശണം. പൂശിയ അവള് നിന്റെ കാൽ കീഴിൽ വരും. അത് മതി, അത് മതി. അപ്പൊ ഓക്കെ. അവളെ നീ പൊന്നുപോലെ നോക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും 4 കുട്ടികളുണ്ടാവും. 4? അതൊന്നും പറ്റില്ല. 2 പോരെ? അതൊന്നും പോരാ, 4 എണ്ണം വേണം. അങ്ങനെയൊന്നും എന്റെ പെണ്ണിനെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോ 1 അല്ലെങ്കിൽ 2, അതാ ഫാഷൻ. നീ ഒന്നും അറിയണ്ട, അതൊക്കെ ഞാൻ അല്ല അവള് വളർത്തിക്കോളും. അപ്പൊ റൈറ്റ്. ഓക്കെ. ഞാനേത് വേഷം ധരിക്കേണ്ടത്? വാദ്യാരല്ലേ, വാദ്യാരെ പോലെ തന്നെ പോ. വരൂ സാർ, വരൂ. നിങ്ങൾ വന്നേ പിന്നെ സാർ പള്ളിക്കൂടം ആയത്. ചായ എടുക്കട്ടെ സാർ? വേണ്ട. ഇന്നെന്താ ലീവാണോ? ലീവല്ല, ആദ്യത്തെ പീരീഡ് PT. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി.
എന്താടാ മാഷ് വെള്ളയും വെള്ളയും എടുത്ത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത്? പോവാണോ? പൊയ്ക്കോ പൊയ്ക്കോ. അല്ല മോനെ, തല വല്ല വേദനിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്താ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോകുന്നേ? കല്യാണം കഴിഞ്ഞതാണോ? എന്താന്ന്? കണ്ണിന്റെ താഴെ കറുപ്പ് വലയില്ലെങ്കിൽ കല്യാണം ആയിട്ടില്ലെന്നാ പറയാ. ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്ന ദേവേന്ദ്രനെ പോലെ സുന്ദരനായിരിക്കുന്നു. ആരാണോ നിന്നെ കെട്ടി അനുഭവിക്കാൻ പോകുന്നത്? അയ്യോ, എന്താ സാർ 1 മണിക്കൂർ കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്? അത് നാളെയാ. എന്താ സാർ തിരികെ പോന്നത്? വീട്ടിൽ ഇന്ന് തന്നെയാ, ഞാൻ മറന്നതാ. ഇതാ നിങ്ങളുടെ പാല്. 2 നേരവും പാല് വേണമെന്ന് ദിവസവും 3 വെട്ടമെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ കൃത്യമായിട്ട് കാശ് തന്നാലെന്താ? വീട്ടിലിരിക്കുന്ന പാലൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന എന്നെ പറഞ്ഞാ മതി. ഓ, നീ എന്തിനാ എണ്ണയിലിട്ട കടുക് പോലെ പൊട്ടിത്തെറിക്കണേ? പതിയെ പറ, സാരിയിരിക്കണ കണ്ടില്ലേ? എന്താ സാറോ? എടോ ചായക്കടേ, ഇങ്ങനെയാണോ സാറ്? ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ആർക്കും വരാൻ പറ്റില്ലെന്നോ? ഉടനെ അവരെ അങ്ങ് സാറാക്കും. ഈ കാലത്ത് ചാരായം വാറ്റുന്നവര് പോലും ഇങ്ങനെ ആയിരിക്കുക. അതുകൊണ്ട് അവനെ കയറി സാറെന്ന് വിളിക്കോ? എന്തെങ്കിലും നനഞ്ഞ കോഴിയെ പോലെ തൂങ്ങിയിരിക്കുന്നേ? ഇവിടെ എന്താ ഡാൻസ് നടക്കുന്നുണ്ടോ? പാല് കൊടുത്ത് കാശ് ചോദിക്കാൻ വന്നതാ. ചായ കുടിച്ചെങ്കിൽ പോയിക്കൂടെ? നോക്കുന്ന നോട്ടം കണ്ടില്ലേ? നോക്ക്, ഇങ്ങനെയൊന്നും നീ സംസാരിക്കാൻ പാടില്ല. നീ എന്റെ ആരാവാൻ പോകാന്നറിയോ? ആരായിട്ടാ വരാൻ പോന്നേ? എടോ ചായക്കടേ, കേട്ടില്ലേ മനുഷ്യൻ പറയുന്നേ? അർത്ഥം വെച്ച് സംസാരിക്കാള്. എടോ സൈക്കിൾ കടേ, അവിടെ എന്താ ചെയ്യുന്നേ? ഇങ്ങോട്ട് വന്നേ. കുട്ടി, എന്താ ഒച്ച വെക്കല്ലേ. നിന്നെ കാണുമ്പോ എനിക്ക് ജന്മജന്മാന്തരങ്ങളായി സ്വന്തമാണെന്ന് തോന്നുക. സ്വന്തോ? അയ്യോ, ഇതൊക്കെ കേട്ടോ? ആരെങ്കിലും ഇത് കേട്ടോ? കാണാനിത്തിരി വെളുത്ത് ചുമന്നിരിക്കുന്നുണ്ട് ഇയാൾ എന്നെ കയറി സ്വന്തം എന്ന് പറഞ്ഞു. എനിക്ക് ഇതിൽ പോരൊരു നാണക്കേടുണ്ടോ? അയ്യോ. അല്ല കുട്ടി, അനാവശ്യമായി ഒച്ച വെച്ച് നാട്ടുകാരെ കൂട്ടണ്ട. നാട്ടുകാരെ വിളിച്ച് കൂട്ടിയാൽ എന്താ? അയ്യോ, ഇത്രയും പേരിങ്ങനെ കണ്ടോണ്ട് നിന്നിട്ടും ആരും ഇയാളടുത്തൊന്നും സംസാരിക്കാത്തത് എന്താ? അയ്യോ. ഇന്നാ പിടി നിന്റെ കാശ്. വേഗം സ്ഥലം വിട്. അല്ല ചായക്കടേ, നമ്മുടെ പള്ളിക്കൂടത്തിൽ പുതിയൊരു വാദ്യാര് വന്നു എന്ന് എല്ലാരും പറഞ്ഞു. ഞാനിതുവരെ കണ്ടില്ലല്ലോ. എവിടെ അയാള്? എടി മണ്ടി, ഇത്രയും നേരം നീ കിടുകിടാന്ന് വിറപ്പിച്ച് പറഞ്ഞു വിട്ടില്ലേ? അയാളാണ് പുതിയ സാർ. അയ്യോ, അദ്ദേഹമാണോ ഇദ്ദേഹം? മുമ്പേ പറഞ്ഞൂടായിരുന്നു നിങ്ങക്ക്. നിങ്ങളാണ് അതെന്നറിയാതെ ആളറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. മനസ്സിലൊന്നും വെക്കരുത്. ഇത്രയും വിവരമുള്ള നിങ്ങൾ എന്നോട് ക്ഷമിക്കല്ലോ അല്ലേ? ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അത് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണല്ലോ. എന്താ? ഇല്ലല്ലോ, ഒന്നുമില്ല. അറിയാതെ പറഞ്ഞു പോയതാണെന്ന് നീ തന്നെ പറഞ്ഞല്ലോ. ഇതിൽ ക്ഷമിക്കാൻ എന്തോള്ളേ? ക്ഷമിക്കേണ്ടവൻ തന്നെയല്ലേ? ശരി, ഞാൻ വരാം. ആ മതി മതി, വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രേതായാലെന്താ, താല്പര്യം കുറഞ്ഞു പോവോ? അവളെ കണ്ടോ? ആ, കണ്ടു. കണ്ടിട്ട്
പറഞ്ഞത്ര മെച്ചമൊന്നുമല്ലല്ലോ. ആ കഴിച്ചു കൂട്ടാം. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണോ? അങ്ങനെയല്ല. ഇടുപ്പത്ര ശരിയല്ല. കലക്കി വെച്ച ചപ്പാത്തി മാവ് പോലെ വളാന്ന്. അത് പിന്നെ പോട്ടെന്ന് വെക്കാം. കിളി ചപ്പിയ മാങ്ങേണ്ടി പോലെ ഒരു ചതഞ്ഞ മുഖം. അപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്? അങ്ങനെ പറയാൻ പറ്റില്ല. ചിരിച്ചാൽ നാവിൽ നിന്ന് മുത്തുമണികൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ രണ്ടുപേർക്കും ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട്. രണ്ടുപേരുടെ നടപ്പും താറാവ് നടക്കുന്ന പോലെ ഇങ്ങനെ തളന്താൻ പൊളന്താൻ എന്ന പോലെയാ. ശരി നിർത്ത്. ഇനി അവളുടെ ഒരു ബന്ധവും നിനക്ക് വേണ്ട. നിന്റെ ജീവിതത്തിൽ നിന്ന് അവളെ പിരിക്കാൻ വേണ്ടി ഞാനൊരു ശാപം തന്നേക്കാം. അയ്യോ, നിക്ക്. വേണ്ട, ഇനി അവളെ നിനക്ക് വേണ്ട. ഞാൻ ശാപം തരാൻ പോവുക. അയ്യന്റെ അമ്മേ, അങ്ങനെ ചെയ്തേക്കരുത്. അവളെനിക്ക് വേണം. അവളെന്റെ ജീവനാ. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ അവളെ പറ്റി അങ്ങനെയൊക്കെ മോശമായി പറഞ്ഞേ? അതാണ് ഇപ്പൊ തെറ്റായി പോയത്. ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണിനോട് കുറ്റങ്ങൾ പറഞ്ഞാൽ സന്തോഷിക്കുന്നു കരുതി പറഞ്ഞതാ. സോറി. സത്യമായിട്ട് പറയേ. നിന്റെ നെഞ്ചിൽ കൈവച്ച് പറയേ. നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? സത്യമായിട്ടും പറയാ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിലുള്ളത് മുഴുവനായിട്ട് പറയേ. ഈ നിമിഷം തന്നെ അവളെ നിന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചാ നീ അവളെ എന്ത് ചെയ്യും? പറയേ. ഒളിച്ചും മറിച്ചും വെക്കാതെ പറയേ. കൊണ്ടൊന്ന് നിർത്തിയ അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കും. എന്താ? കൊണ്ടൊന്ന് നിർത്തിയ അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കും. പോയിക്കോളൂ. എന്താ ഇത്രയേറെ ചിരിയും സന്തോഷമൊക്കെ? ഉണ്ട്, കാര്യമുണ്ട്. ആ, എനിക്ക് മനസ്സിലായി. എന്താണെന്ന് പറയാമോ? ഇന്ന് ശിവകാമിയെ കണ്ടിരുന്നു. അതല്ലേ ഇങ്ങനെ ചിരിക്കുന്നേ? അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇനി എന്താ പറയാനുള്ളത്? ശിവകാമിയെ കണ്ടെന്നുള്ളത് സത്യം തന്നെയാ. പിന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ശിവകാമിയുടെ എല്ലാം ഒരു മറ പോലും ഇല്ലാതെ കണ്ടു. എന്താ പറഞ്ഞേ? എന്താ? ഒന്നുമില്ലാതെ കണ്ടെന്നോ? അവള് പുഴയില് കുളിക്കുമ്പോ ഒന്നുമില്ലാതെ കണ്ടു. ആഹാ. ചിദംബരം, എന്നോട് കള്ളം മാത്രം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് കള്ളമാണെന്നോ? ചുവപ്പ് കളർ ദാവണി കണ്ടു, അതേ കളർ പാവാടയും,
വെള്ളക്കളർ ഉൾപ്പാവടയും. അത് കഴിഞ്ഞ് അകത്തെ ഇത് ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ശിവകാമിയോട് പറഞ്ഞാൽ പോലും അവള് വിശ്വസിക്കില്ല. അതിനൊരു കുസൃതി തപ്പിച്ചിട്ടാ വന്നേ. ഏതായാലും പോയി. കണ്ടതിനടയാളായിട്ട് ഒരു ചെറിയ കല്ലെടുത്തെറിഞ്ഞിട്ടാ വന്നേ. എന്താ ഇത്? എന്താ ഇത്? ഒന്ന് പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്താ ചിദംബരം ഇങ്ങനെ? അവളോട് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? അവള് നിനക്ക് വേണ്ടി ജനിച്ചതല്ലേ? അവളെ കാണുമ്പോ നല്ല നല്ല വർത്തമാനം പറയേണ്ടതല്ലേ? അതല്ലേ എനിക്ക് പറയാൻ പറ്റാത്തത്. എന്ത് വർത്തമാനോ? അതെ അതെ, അവളെ കണ്ടാൽ ഞാൻ എല്ലാം മറന്നുപോകും. വിയർത്ത് വിറങ്ങലിച്ച് ശരീരം ഐസുകട്ട പോലെയാവും. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ. അവളെ കാണുമ്പോ അവളുടെ സാരി തുമ്പി ധൈര്യമായിട്ട് പിടിച്ചോ. അയ്യോ, അവളെന്തെങ്കിലും പറഞ്ഞാലോ? അവളൊന്നും പറയില്ല. നിന്നെ അവക്ക് അത്രക്ക് ഇഷ്ടാ. അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്യണ്ടേ? പെട്ടെന്ന് കെട്ടിപ്പിടിച്ചോണ്ടും. അയ്യോ, അവൾ ഒച്ച വെച്ചാലോ? അവള് ബഹളമൊന്നും ഉണ്ടാക്കില്ല, അഹങ്കാരിയെ പോലെ അഭിനയിക്കും. അപ്പൊ ഞാനെന്ത് ചെയ്യണ്ടേ? നിനക്കല്ലേ വർത്തമാനം പറയാൻ വരാത്തത്? ഒരു പാട്ടങ്ങോട്ട് പാടിക്കോ. അയ്യോ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അതുകൊണ്ടെന്താ, വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. നിക്ക് ഇപ്പൊ വരാം. ഇനി പറ. ശരിയല്ലേ വാദിയാര് ആഹാ, പാഠം ചൊല്ലാൻ മറന്നതെന്തേ? എന്റെ പൊന്നോ. എന്താ ഇത്? എന്താ വിടാൻ പറയാത്തെ? വിട്. കറക്റ്റ്. അയ്യോ, കൊട. എന്താ ഇത്? എന്നെ വിട്, ആരെങ്കിലും കാണും. വിട്. ചിദംബരം. അയ്യോ, ഹെഡ്മാസ്റ്റർ. വിട്. പള്ളിക്കൂടത്തിലെ പിള്ളേർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട നീ. ഒരു കാര്യം അങ്ങയുടെ ചെവിയിൽ എത്തിക്കാന്ന് വെച്ച് വന്നതാ. എന്താണ്? സ്കൂളിൽ ചിദംബരം എന്ന് പേരുള്ള പുതിയൊരു അധ്യാപകൻ. ഒരു നാട്ടിൻപുറത്തുകാരൻ, ഒരു അഹങ്കാരി. പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതെ അങ്ങനെ. എന്താ ഉണ്ടായത്? ഇവിടുള്ള ഒരു പെണ്ണിന്റെ കയ്യെ കയറി പിടിച്ചു. ഏത് പെണ്ണ്? വർഷാവർഷം ഇവിടുത്തെ ക്ഷേത്രോത്സവത്തിന് ദീപം തെളിയിക്കുന്ന ആ പെണ്ണിന്റെ കയ്യെ കയറി പിടിച്ചു. എന്താ പറഞ്ഞേ? ശിവകാമിയുടെ കയ്യെ പിടിച്ചെന്നോ? അത് നീ കണ്ടോ? ഈ രണ്ട് കണ്ണും കൊണ്ട് ഞാൻ കണ്ടതാ. എടുക്കണ വണ്ടി. ഓ, നീ കേട്ടെല്ലാം പോയി ശിവസ്വാമി നായിക്കോട് പറ. ചെല്ല് വേഗം. കുറച്ച് നാളായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് കരുതിയിരിക്കുക. എന്തിനാ? നിങ്ങളുടെ സ്വന്തം അരമനയിലാണല്ലോ ഞാൻ താമസിക്കുന്നത്. വാടകക്കാരൻ വീട്ടുടമസ്ഥനെ വന്ന് കാണേണ്ടത് ഒരു മര്യാദയല്ലേ? അതിരിക്കട്ടെ, ബംഗ്ലാവിലെ താമസം എങ്ങനെയുണ്ട്? സുഖം, സ്വസ്ഥം. അവിടെ പ്രേതബാധയുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്റെ ഭാഗ്യാണെന്ന് പറ. എന്താ ഭാഗ്യമെന്നോ? അതെങ്ങനെയാ? അത് എന്റെ കുഞ്ഞുനാളിൽ എനിക്ക് അസുഖം വരുമ്പോ നോക്കി പതിവായി എൻ്റെ അമ്മ ഞങ്ങളുടെ കുലദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അന്ന് രാത്രി ആരും അറിയാതെ ഞങ്ങളുടെ കുലദൈവം വന്ന് എല്ലാം സുഖപ്പെടുത്തും. അതുപോലെ തന്നെയാ ഇന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ കരുതി അവിടെയുള്ള പ്രേതം ഒരു ദേവതയെ പോലെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, എന്താ ഈ ഡൂപ്പ് വിടല് വേലയൊന്നും എന്നോട് വേണ്ട. ആ ബംഗ്ലാവില് പ്രേതമില്ല, ഒരു കുന്തവും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് എന്റെ മുത്തച്ഛന് മാത്രമേ അറിയൂ. ആരോ പ്രേതമായിട്ട് വന്ന് നിങ്ങളെ പറ്റിച്ചെന്നാ തോന്നുന്നത്. ആര് പറ്റിച്ചെന്നാ? നിങ്ങൾ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഒന്നും മിണ്ടാതെ സമ്മതിച്ചതാ. ഞാൻ വന്ന് അവിടെ പ്രേതമില്ലൊരു മണ്ണാങ്കട്ടില്ലെന്ന് തെളിയിച്ചേരാം. ഒരു സത്യം മഹാറാണി തെളിയിക്കണ്ട. പോയി ജോലി നോക്ക്. അവിടെ പ്രേതമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം. നീ ഒന്നും പറയണ്ട. ഞാൻ പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി അതിനെപ്പറ്റി പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. പാവം, അദ്ദേഹം ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുക. ഞാനിങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. എന്നെങ്കിലും അദ്ദേഹം സത്യമൊക്കെ അറിഞ്ഞ എന്നെ എത്ര ചീപ്പായിട്ട് കാണും.
അതെ, ഒന്ന് നിന്നേ. വരുന്ന പൗർണമി ദിവസം കഴിഞ്ഞാ ആ ബംഗ്ലാവ് എന്റേതാവാൻ പോവാ. അതായത് അവിടെ താമസിക്കാൻ പോകുന്ന ഞാനാണെന്ന്. അങ്ങനെ ഞാൻ അവിടെ താമസിക്കുമ്പോ എന്റെ തുണയായിട്ട് കൂടെ ഉണ്ടാവില്ലേ? എങ്ങനെ? മുറപ്രകാരോ അതോ? എങ്ങനെ വന്നാലും എനിക്ക് സന്തോഷം തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വരും. ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നിനക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും. സത്യമായിട്ടും? സത്യമായിട്ടും. എന്നാ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യ. അയ്യോ, ഇതൊന്നും ചെയ്യില്ലേ. വിട് എന്നെ വിട്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്ത് പറയണ നായേ? അയ്യോ, അണ്ണാ, എന്താണ്? വേഗം വാടാ, വെട്ടി നുറുക്കവനെ. അയ്യോ, വേണ്ട, വേണ്ട. അദ്ദേഹത്തൊന്നും ചെയ്യല്ലേ. ഞാൻ പറയുന്നത് കേക്ക്. അദ്ദേഹത്തൊന്നും ചെയ്യല്ലേ. അയ്യോ. ഇത് വിടാ. വേണ്ട. അദ്ദേഹത്തൊന്നും ചെയ്യല്ലേ. നിർത്തടാ. എടാ നിർത്താൻ. നിർത്താം, നിർത്തിക്കളയാം. നിങ്ങളുടെ വാക്കിന് എതിർവായില്ല. ഇവിടെ മാത്രമല്ല, ചുറ്റുമുള്ള 14 ഗ്രാമത്തിലും നിങ്ങൾ തന്നെ ദൈവം. ഈ ശിവകാമി നിങ്ങളുടെ കൊച്ചുമകൾ മാത്രമല്ല, ഈ ഗ്രാമത്തിന്റെ സ്വത്താ. വർഷാവർഷം അമ്മൻ പൂജയ്ക്ക് വിളക്ക് കത്തിക്കുന്ന പുണ്യം ചെയ്ത കയ്യായത്. ഇവള് നടന്നു വരുന്ന വഴിയിൽ എതിരെ വരാൻ പോലും ഇവിടെ ആരും ധൈര്യപ്പെടില്ല. അങ്ങനെയുള്ള ഇവളുടെ കയ്യിൽ എവിടുന്നോ തെണ്ടിത്തിരിഞ്ഞു വന്ന ഒരുത്തൻ കയറി പിടിച്ചു എന്നറിഞ്ഞാ 1000 തവണ നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടാതിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ വെട്ട്. നീ ഇവിടെ കയ്യിൽ പിടിച്ചോ? പിടിച്ചു. ദയവേദം നിർത്ത്. ആ കൈ വെട്ടേണ്ടത് തന്നെയാണ്. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. വെട്ടുന്നതിന് മുമ്പ് ആ പെണ്ണിന്റെ സമ്മതത്തോടു കൂടിയാണ് കയ്യെ പിടിച്ചത്, അതോ സമ്മതം ഇല്ലാതെയാണോ പിടിച്ചത് എന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. അതെ മുത്തശ്ശ, എന്റെ സമ്മതത്തോടെ തന്നെ അദ്ദേഹം എന്റെ കൈ പിടിച്ചത്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. വേണ്ട വേണ്ട, ദയവ് ചെയ്ത് അവളെ തല്ലരുത്. തെറ്റിയത് ഞാനാ. അതിനെന്തിനാ അവളെ തല്ലുന്നേ? വേണമെങ്കിൽ എന്റെ 2 കൈ വെട്ടിയെടുത്തോളൂ. എന്നാൽ ഒന്ന്, ഈ കൈ കൊണ്ടാണ് ശിവകാമയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടതെന്ന് ദൈവവിധിയാണെങ്കിൽ അത് തടുത്തു നിർത്താൻ ആരെ കൊണ്ടും കഴിയില്ല. ഒരുത്തനെ കൊണ്ടും തടുത്തു നിർത്താൻ കഴിയില്ല. വിടാൻ. ഇവന്റെ ദേഹത്ത് ആരും തുടരുത്. വാടിയുടെ 4 ദിവസം, ഇനി 4 ദിവസം അതിനുള്ളിൽ ഇവിടം വിട്ട് പോയില്ലെങ്കിൽ രോഹി, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? മുത്തച്ഛ, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം.
ആ സന്തോഷത്തിനപ്പുറം എനിക്ക് വേറൊരു സന്തോഷവും ഇല്ലെന്ന് പറഞ്ഞ നീ തന്നെയാണോ ഇങ്ങനെ? നാട് മുഴുവൻ ബഹുമാനിക്കുന്ന എന്നെ അവരുടെ മുമ്പിൽ നാണം കെടുത്തി കളഞ്ഞില്ലേ നീ? മുത്തച്ഛന് വയസ്സായി, ഇനി ഇങ്ങനെ അലയണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഞാനിവിടെ മനസ്സ് കുളിർത്തിരിക്കുകയായിരുന്നു മോളെ. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി എത്ര ആർഭാടപൂർവം നിന്റെ കല്യാണം നടത്തി കാണണമെന്ന് എത്രമാത്രം ആഗ്രഹിച്ചവനാണ് ഈ മുത്തച്ഛനെന്ന് നിനക്കറിയാവോ മോളെ? മോളെ, നിനക്ക് കല്യാണപ്രായമായത് മുതൽ കൊള്ളാവുന്ന ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് മരിച്ചാ മതിയെന്നാണ് ഈ അപ്പൂപ്പന്റെ ആഗ്രഹം. ഇനി മുതൽ നീ ഈ വീട് വിട്ടിറങ്ങിക്കൂടാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. കുറച്ച് നേരത്തെ വന്നൂടെ? മനസ്സിനൊരു സമാധാനമില്ല. നിനക്കറിയോ, ഇന്നവളെ തല്ലി. എന്റെ ശിവാമി എന്റെ മുന്നിലിട്ടാ തല്ലിയത്. പ്ലീസ് ഒന്ന് വേഗം വാ. എന്റെ വിഷമങ്ങളൊക്കെ നിന്നോട് പറഞ്ഞ് നിറക്കി വെച്ചില്ലെങ്കിൽ എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കും. വാ പ്ലീസ്. അണ്ണാ പേപ്പറിലൊരു ന്യൂസ് ദേ നോക്ക്. വായിക്കേ. പ്രത്യേക അറിയിപ്പ്. തഞ്ചാവൂർ ജില്ലയിൽ മയിലാടുതുറൈ താലൂക്കിൽ ഉൾപ്പെട്ട ഈശ്വരൻകോട്ടെ ഗ്രാമത്തിലുള്ള അരമന വീട്ടിൽ വർഷങ്ങളായി പ്രേതബാധ ഉണ്ടെന്നാണ് കരുതപ്പെട്ടിരുന്നത്. മേൽപ്പറഞ്ഞ വീട്ടിൽ കഴിഞ്ഞ 28 നാളുകളായി ഫോട്ടോയിൽ കാണുന്ന ചിദംബരം എന്ന ആൾ താമസിച്ചു വരുന്നു. ഇതുമൂലം ബംഗ്ലാവിൽ പ്രേതബാധയില്ലെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ വീട്ടിൽ പ്രേതബാധ ഉണ്ടെന്ന് തെളിയിച്ചാൽ അവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികമായി നൽകുന്നതാണ്. മേൽപ്പറഞ്ഞ ബംഗ്ലാവ് വിൽക്കുവാനുള്ളതാണ്. വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ആ ഡാ, ഈ ശിവശാമ നായ്ക്കരോ എന്തിനാടാ ഈ പൈസയൊക്കെ മുടക്കി ഇത്രയും വലിയ പൂജ നടത്തുന്നത്? അങ്ങയുടെ വിശ്വാസം നിന്നോട് ചോദിച്ചോന്ന് ഇല്ലണ്ണ. ആവശ്യമില്ലാത്ത കയറി അഭിപ്രായം പറയാൻ വന്നേക്കുന്നു. അരമന വീട്ടിൽ പ്രേതബാധയുണ്ട്, അതിനെ ഒഴിപ്പിച്ചാലേ നാടിനും നാട്ടുകാർക്കും ഐശ്വര്യം ഉണ്ടാവൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അങ്ങനെ വർഷാവർഷം പൈസ പിരിച്ച് പൂജ നടത്തുന്നത്? മണ്ടന്മാരായിട്ട് നമ്മളത് വിശ്വസിച്ചിരിക്കുക അല്ലേ? അതെ. ശിവശാമി നായ്ക്കർ ഈ നാട്ടിലുള്ളവർക്ക് ദൈവത്തെ പോലെയാ. എനിക്കും അതെ. ഒരു വകയെ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മാവനായിട്ട് വരും. അയാളെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. എന്ത് പൂജ നടക്കണ്ടെന്നാണോ പറയുന്നത്? അതേക്കുറിച്ച് പറയാൻ നീ ആരാടാ? അമ്മാവാ, ഇതൊന്ന് വായിച്ചു നോക്ക്. പ്രേതവും പിശാചും ഒക്കെ ഇല്ലെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷവും അമ്പലത്തിൽ പിന്നെയും പൂജയും പുഷ്പാഞ്ജലിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നാലേ നാട്ടുകാർ നമ്മളെ വിവരമില്ലെന്ന് കരുതില്ലേ? പരിഹസിച്ച് ചിരിക്കില്ലേ? ആരെന്തു പറഞ്ഞാലും ശരി, ഈ വർഷത്തെ പൂജ നടക്കും, ഞാൻ നടത്തിയിരിക്കും. അത് നിങ്ങളോടാരും നേരിട്ട് ചോദിക്കില്ല. വെളിയിലിറങ്ങി നടക്കുമ്പോൾ എന്നോടല്ലേ എല്ലാവരും ചോദിക്കുന്നേ. അയാൾ പറയുന്നതല്ല അതേപടി ഞങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കണോ? കോവിലിൻ്റെ അവകാശം അയാൾക്ക് മാത്രമാണോ, ഞങ്ങൾക്കൊന്നും അവകാശമില്ലെന്ന്? ഓഹോ, അപ്പോൾ പണമാണ് പ്രശ്നം അല്ലേ? നിങ്ങളോട് ചോദിക്കുന്നവന്മാരുടെ എന്ന് പറഞ്ഞേരേ, ഈ വർഷത്തെ പൂജ, അവസാനത്തെ പൂജ ഈ ശിവസ്വാമി നായ്ക്കൊരു സ്വന്തം കാശ് കൊണ്ട് നടത്തുമെന്ന്. കേവലം 1 ലക്ഷം രൂപ പോലും വിലയില്ലാത്ത അരമന വീടിന് 50-60 ലക്ഷം വരെ ലേലം വിളിക്കാൻ കയ്യിൽ പൈസയായിട്ട് ആൾക്കാർ വരും. ആ സമയത്ത് പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് പൂജ നടത്തിയാൽ ചുറ്റുവട്ടത്തുള്ള ഗ്രാമക്കാർ നമ്മളെ കളിയാക്കും. അതുകൊണ്ട് ഇനി ആര് പറഞ്ഞാലും ശരി, ഇവിടെ പൂജ നടത്തണ്ടെന്ന് മേൽദേശക്കാർ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. കേട്ടല്ലോ? വാടാ, നിക്കടാ. ഈ പൂജ നടക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പൂജ നടക്കും. ഇത്രയും നിഷേധിത്തര ഇവിടുന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന നീ അതേപോലെ തിരിച്ചിവിടെ വന്നിട്ട് ഈ പൂജ നടത്തിത്താന്ന് എന്നോട് കെഞ്ചും. അത് ഈ നാട്ടുകാർ കാണും. പോടാ.
അമ്മേ ദുർഗാംബിയെ, ഇനി ഒരേ ഒരു പൂജയെ ബാക്കിയുള്ളൂ. അത് നടത്തരുതെന്നും പറഞ്ഞ് ചിലർ എതിർക്കുന്നത് നീ കാണുന്നില്ലേ? ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു. നിന്റെ സന്നിധാനത്തിൽ അവൻ മനമൊരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ തങ്ങാൻ ഞാൻ അനുവദിച്ചു. അത് നിനക്ക് അറിവുള്ളതാണല്ലോ. അരമന വീട്ടിലെ പ്രേതത്തിന്റെ ശക്തി ഈ നാട്ടുകാർക്കറിയില്ല. അമ്മേ, അവന്റെ രക്തവും ഈ കൈകളിൽ പുരളണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്നെ കാത്തു രക്ഷിക്കണം അമ്മേ. വേണ്ട മുത്തശ്ശ, വേണ്ട. ഞാൻ കാല് പിടിക്കാം മുത്തശ്ശ. പോകരുത് മുത്തശ്ശ. ഞാൻ പറയുന്നൊന്ന് കേൾക്കും മുത്തശ്ശ. ആരെന്തു പറഞ്ഞാലും അത് കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. ഞാൻ വിചാരിച്ചത് നടക്കുന്നത് വരെ എന്റെ കൺമുമ്പിൽ വരരുത്, എന്റെ കണ്ണിൽ പെടരുത്. പോ പോ ഓടി പോകാനല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ മുത്തശ്ശനെ വിടില്ല, വിടില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കും മുത്തശ്ശ. അതേ ഒരു പാവ. ഞാനൊരു വാക്ക് പറഞ്ഞ ഈ നാട് വിട്ട് തന്നെ പോയിക്കോളും. അന്യായമായിട്ട് അദ്ദേഹത്തെ കൊല്ലരുത് മുത്തശ്ശ. കാലേന്ന് വിടുന്നുണ്ടോ? ഇല്ല, വിടത്തില്ല. തന്റെ ജീവനെ പോലെ ആ മകനെ കരുതുന്ന അമ്മ മനസ്സറിഞ്ഞ് ശാപം കൊടുത്ത 7 ജന്മങ്ങൾ എടുത്താലും മുത്തച്ഛന് ഞാനും നന്നാവില്ല. അമ്മയുടെ ശാപം അത് പറഞ്ഞെന്നെ തടയാൻ നീ നോക്കണ്ട. 4 വയസ്സുള്ളപ്പോ എന്റെ കൺമുമ്പിലിട്ട് എന്റെ അച്ഛനെ അമ്മയും വെട്ടിക്കൊല്ലുന്നത് ഞാൻ കണ്ടവനാ. അന്നീ നെഞ്ചിലുണ്ടായ തീ ഇപ്പോഴും ആളി കത്തുക. ഓടിയകത്ത് എത്ര നാള് ഞാൻ കണ്ണീരൊഴിക്കുന്നു നിനക്കറിയാവോ? മരിച്ചുപോയവരുടെ ആത്മാവെന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് നടക്കണം. ഇതെന്റെ അവസാനത്തെ ശ്രമമാ. ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല, തോക്കുകയുമില്ല. സത്യമായിട്ട് മുത്തച്ഛൻ തിരിച്ചു വരുമ്പോ ഞാൻ ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടാവില്ല. ഒരുപാട് ഓമനിച്ച് വളർത്തിയ മക്കളില്ലേ എന്റെ അച്ഛനും അമ്മയും, അവരെ പോലെ ഞാനും ഇപ്പൊ എന്റെ ജീവൻ എടുക്കാൻ പോവാ. നോക്ക്, ശരിക്കും കണ്ടോ ഞാനിവിടെ കത്തിരിയുന്നത് കണ്ടോ? മോളെ മോളെ ശിവകാമി, വേണ്ട മോളെ, വേണ്ട ശിവകാമി. മോളെ, എന്ത് കടുങ്കയ്യാ നീ ചെയ്യാൻ പോയത്? നീ മരിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുത്തശ്ശ, അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശ. എന്നോട് ക്ഷമിക്ക്. മോളെ, 19 പേരുടെ രക്തം പുരണ്ട കൈയായത്. രക്തത്തിൽ കുളിച്ച കൈ. നീ പിറന്ന ദിവസം എൻ്റെ അച്ഛനും അമ്മയും സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞതാ, പെൺകുട്ടിയല്ലേ പിറന്നത്, 20 വർഷം തടസ്സമില്ലാതെ പൂജ നടത്തിക്കൊള്ളണമെന്ന്. അങ്ങനെ ചെയ്താ കൈവിട്ടുപോയ അരമന വീട് പേരക്കുട്ടിക്ക് തിരികെ വന്നു ചേരും. നീ ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവുമെന്ന്. എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയല്ല, നീ ആ വീട്ടിൽ രാജകുമാരിയെപ്പോലെ കഴിയുന്നത് കാണാനാ ഇത്രയും നാളും ഞാൻ പൂജ നടത്തിയത്. വേണ്ട മോളെ, ഇനി പൂജയും വേണ്ട, ഒന്നും വേണ്ട. വേണ്ട മുത്തശ്ശ, വേണ്ട. അങ്ങയ്ക്ക് വേണ്ടി ഈ പൂജ നടക്കുക എന്ന് വേണം. അതിനുവേണ്ടി ഓരോ വീട്ടുവാതിക്കലും ചെന്ന് ഭിക്ഷ എടുക്കാനും ഞാൻ തയ്യാറാ. ഈ പൂജ ഞാൻ തന്നെ നിന്ന് നടത്തിക്കോളാം. പക്ഷെ വേണ്ടെന്ന് മാത്രം പറയല്ലേ മുത്തച്ഛ. സുന്ദർ, നിന്നെ കണ്ടിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പോകാനാ ഞാൻ വന്നത്. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ ഒന്ന് കാണണമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ? ശരി, ഇരിക്കേ. ഇരിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ വന്നത് പൂജ നടത്താൻ നിന്റെ സമ്മതം വാങ്ങുന്നതിന് വേണ്ടിയല്ല. നീ തന്നെ മുൻകൈ എടുത്ത്
പൂജ നടത്തിത്തരണമെന്ന് പറയാനാ. പറ്റില്ലെന്ന് മാത്രം പറയരുത്. നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല. ഇതങ്ങോട്ട് സ്വീകരിച്ചോളൂ. എന്തായി കാണിക്കുന്നത്? ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന നിങ്ങളിങ്ങനെ പറയരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് പിടിക്കേ. പൂജ നടക്കണം. നിങ്ങൾ തന്നെ ഗംഭീരമായിട്ട് നടത്തണം. എന്നാ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാനൊരു മുൻകോപിയാണെന്നും മുഴുവനാണെന്നും നാട്ടിൽ എനിക്കൊരു ചീത്തപ്പേരുണ്ട്. മനസ്സിലൊന്നും ഒളിച്ചു വെക്കാതെ വെട്ടിത്തുറന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയത്. ഇനിയിപ്പോൾ ഒളിവും മറയില്ലാതൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ശിവകാമി എൻ്റെ ഭാര്യയായി വരണം. പൂജ കഴിഞ്ഞാലുടൻ എൻ്റെയും ശിവകാമിയുടെയും കല്യാണം നടത്തി തരുമെന്ന് ഇവിടെ വെച്ച് ഇപ്പം തന്നെ ഉറപ്പ് തരണം. പറ്റില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ നിർബന്ധിക്കില്ല. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഒന്ന് നിൽക്ക്. പൂജ നടക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെയും ശിവകാമയുടെയും കല്യാണം നടക്കണമെന്ന് എനിക്കും നിർബന്ധമാണ്. നാട്ടുകാരെ മുഴുവൻ വിളിക്കണമെന്നില്ല. പ്രധാനപ്പെട്ട കുറച്ച് പേരെ വിളിച്ചാൽ മതി. നാളെ മുഹൂർത്തം കുറിക്കാൻ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുക. വരൂന്ന് പറഞ്ഞിട്ട് പോ. പൂജ നടക്കണ്ടേ? വേണ്ട. ഇങ്ങനെയാണ് ആ പൂജ നടക്കേണ്ടതെങ്കിൽ ആ പൂജ നടക്കുകയേ വേണ്ട. വരാൻ പറയും മുത്തശ്ശ. മുത്തശ്ശ വരാൻ പറയൂ. മുഹൂർത്തവും നാളെ നിശ്ചയിക്കാൻ വരാൻ പറയും മുത്തശ്ശ. വരാൻ പറയും മുത്തശ്ശ. വാ. വന്നോ? ഞാനിവിടെ തന്നെയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എല്ലാത്തിനും ഒരു അതിരുണ്ട്. നീ ഇപ്പൊ മിണ്ടിയില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് കയറി വരും. പാദസരത്തിന്റെ ശബ്ദം കേട്ടത് എനിക്ക് തോന്നിയതാവും. മുകളിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സംസാരിച്ചാനെ. ചിദംബരം, എന്താ? ഒരു പക്ഷേ ഇത് നമ്മുടെ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കും. നിന്നോടൊരു സഹായം ചോദിക്കാനാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. എനിക്കത് ചെയ്തു തന്നേ പറ്റൂ. എന്നോട് എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കൽപ്പിച്ചാ പോരെ? പറയേ. അങ്ങനെയെങ്കിൽ നീ ശിവകാമിയെ മറക്കണം. എത്ര വേഗം സാധിക്കുമോ അത്രയും വേഗം നീ നാട് വിട്ടു പോയിരിക്കണം. നിന്നെ പോലെ നല്ല മനസ്സുള്ളവരൊന്നും ഈ ഗ്രാമത്തിൽ നിൽക്കാൻ പാടില്ല. പോയിക്കോ ചിദംബരം. പോയിക്കോ ചിദംബരം. പൊക്കോളാം. ഈ നാട് വിട്ടിപ്പോ തന്നെ പൊക്കോളാം. ഇനി നാടിന്റെ ഏഴയലത്ത് പോലും വരില്ല. നീ പറഞ്ഞ ഒന്നും ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. എന്നാലൊന്ന്, ശിവകാമയെ മറക്കാൻ പറഞ്ഞില്ലേ? അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്താണെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. എല്ലാം അറിയുന്ന നീ തന്നെയല്ലേ പറയുന്നേ? അവളെന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതും അവളെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്നതും അറിയാവുന്ന നീ തന്നെ എന്താ സംസാരിക്കുന്നേ? എന്നെ കൊല്ലണമെങ്കിൽ കൊല്ല്. അവസാനമായിട്ട് ഞാൻ അവൾ ഒരിക്കൽ കൂടി കാണും. ഞാൻ ഈ നാട് വിട്ടു പോകുന്നു, നീ എന്റെ കൂടെ വരുന്നെന്ന് ചോദിക്കും. അവൾ വരുമെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോകും ഞാൻ. അത് ആരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല, നിനക്ക് പോലും. മനസ്സിലായോ? മറക്കണമെന്നോ?
അവളെ ഞാൻ മറക്കണമെന്നോ? ഇമ്പോസിബിൾ. മറക്കാൻ കഴിയില്ല. എന്താ? ചിദംബരം, നാളെ രാവിലെ നിനക്ക് വേണ്ടപ്പെട്ട 10 പേരെ കൂട്ടിക്കൊണ്ട് ശിവകാമിയുടെ വീട്ടിലേക്ക് നീ പോ. ശിവകാമി എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് അവരോട് ആവശ്യപ്പെട്. അവളുടെ കഴുത്തിൽ മറ്റൊരാളെ താലി കെട്ടാൻ നീ സമ്മതിച്ചു കൊടുക്കരുത്. അവള് നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നമസ്കാരം അണ്ണ. ആ എന്താണ് ഇത്? കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ പേരക്കുട്ടിയുടെ നിശ്ചയം കല്യാണം പോലെ വലിയൊരു ആഘോഷമായിരിക്കുമെന്നാ കരുതിയത്. ഇവിടെ വന്ന് നോക്കിയപ്പോ എന്ത് ചെയ്യാനാ ഗുണസ്വാമി? വയസ്സായില്ലേ? എല്ലാത്തിനും ഓടി നടക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഒരു കടമ. തീയതി കുറിക്കണം, മുഹൂർത്തം നിശ്ചയിക്കണം. ഓരോന്നും എങ്ങനെ നടക്കണമെന്ന് ഈശ്വര നിശ്ചയമുണ്ടല്ലോ. എന്താണ് സംസാരമൊക്കെ വല്ലാണ്ടിരിക്കുന്നു? എന്താമ്മവാ വന്നവരെയൊക്കെ അങ്ങനെ നിർത്തിയിട്ട് നിങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നേ? ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് വിവാഹ നിശ്ചയം നടത്താം എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇവരെയും കൂട്ടി വന്നത്. അതിനൊരു തീരുമാനമുണ്ടാക്കിയ എല്ലാവർക്കും സൗകര്യമായിരുന്നു. അവൻ പറഞ്ഞത് ശരിയാ. നടക്കട്ടെ നടക്കട്ടെ. എടേ പിള്ളാരെ, എന്തേ സ്കൂളിൽ പോ താമ്പൂലത്തട്ടുമൊക്കെ വന്നു നിൽക്കുന്നത്? ദേവരയ്യ, കുട്ടികളെ അവരുടെ അധ്യാപകന് ശിവകാമിയെ പെണ്ണ് ചോദിച്ചു വന്നതാണ്. പറ്റിയ നിശ്ചയത്തിനും കൂടെ റെഡിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താ മാഷേ ഇത്? കുട്ടികൾക്ക് പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മര്യാദയാണോ? നേരത്തെ ഒരു കൂട്ടരോട് പറഞ്ഞുറപ്പിച്ച് മുഹൂർത്തം കുറിക്കാൻ പോകുന്ന സമയത്ത് ആ പെണ്ണിനെ തന്നെ പെണ്ണ് ചോദിച്ചു വന്നത് ഇത് മുറയാ? ഇത് മുറ തന്നെയാ. അന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ധൈര്യമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവളാ ശിവകാമി. അവളെ ഞാൻ പെണ്ണ് ചോദിച്ചു വന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളുടെ വീട്ടിൽ പെണ്ണു ചോദിച്ചു വന്നത് ജോലിയും കൂലിയില്ലാത്ത ആളല്ല, പഠിപ്പും വിവരമുള്ള ഒരു അധ്യാപകനാ. വീട്ടിൽ വരുന്നവരോട് ഇരിക്കാൻ പറയുന്ന മര്യാദ. വരൂ, ഇരിക്കേ. എന്താ ഇത്? എന്നെ അവമാനിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഒരു ഗ്രാമം തന്നെ ബഹുമാനിക്കുന്ന വലിയ മനുഷ്യൻ ഇദ്ദേഹം. ഇദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ തോന്നി? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നത്? മുഹൂർത്തം കുറിക്കാൻ വരാൻ പറ മുത്തച്ഛ നിങ്ങളുടെ പേരക്കുട്ടി പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലെങ്കിൽ ഇവരോട് പറ. അണ്ണോ സൗന്ദരണ്ണ, ഒറ്റയിൽ സംസാരിച്ചു വെച്ച് സത്യം സത്യമല്ലാതായില്ല. നീ എന്താ ചെയ്തെന്നും ഇവരൊക്കെ എങ്ങനെ ഇവിടെ വന്നെന്നും നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം. അണ്ണാ, പെണ്ണിനെ കൊടുത്താലേ പൂജ നടക്കുള്ളൂ എന്ന് ഇവർ വരട്ടിയത് കൊണ്ടാണ് ഇന്ന് നിശ്ചയം നടക്കാൻ പോകുന്നത്. ഇത് ഏത് നാട്ടിലെ നിയമ? നിശ്ചയം നടത്തിയാലേ പൂജ നടക്കുള്ളൂങ്കിൽ അങ്ങനെയുള്ളൊരു പൂജയിൽ നാട്ടുകാരായി ഞങ്ങൾ പങ്കെടുക്കില്ല. എടാ, ഇന്നലെ വരെ എന്റെ മുമ്പിൽ കൈയും കെട്ടുന്നവന് കഴിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയോ? ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ചങ്കുറ്റം കൊണ്ട് ചെയ്യാന്ന് വിചാരിക്കുന്നട്ടാ. ഇവരോടൊക്കെ പറഞ്ഞിട്ടെന്താ? എന്റെ ശിവകാമയുടെ മുഹൂർത്തം ഇപ്പൊ നിശ്ചയിക്കണം. പറ്റില്ലെങ്കിൽ പുറത്തു വരികൾ പറയട്ടെ. പോകാം, പറ. എന്താ പറയുന്നില്ലേ? അല്ലെങ്കിൽ ഇയാളോട് എന്തോ സംസാരിക്കാനാ? വാടാ. അതെ, എന്നെ എന്റെ കൂടെ വന്നവരെ അവമാനിച്ചിട്ട് പൂജയോ കല്യാണോ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രക്തം ഒഴുകും. ഓർമ്മയിരിക്കട്ടെ. വാടാ. അവൻ പോണെങ്കിൽ പോട്ടെ, അവൻ ആരെങ്കിലും മനുഷ്യനായിട്ട് കണക്കാക്കിയിട്ടുണ്ടാ? സുന്ദരൻ പറഞ്ഞതും ശരിയാ. എന്റെ പേരക്കുട്ടി ശിവകാമി വാദ്യാരെ സ്നേഹിക്കുന്നതും ശരിയാ. ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക്
എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നോടും എൻ്റെ പേരക്കുട്ടിയോടും കരുണ കാണിക്കണം. അണ്ണാ, എന്താ ഇത്? നിങ്ങൾ മിണ്ടാണ്ടിരിക്കെ, ഞാൻ നോക്കാം. വാശിക്ക് വാക്ക് തർക്കമുണ്ടാക്കേണ്ട സ്ഥലം ഇതല്ല. അതിനുള്ള നേരവും ഇവിടില്ല. ഇദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നാട് സമ്മതിക്കില്ല. പൂജ നടക്കും. നിങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി കൊടുക്കണം. അതുപോലെ തന്നെ ശിവകാമിയുടെ കല്യാണവും നടക്കണം. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഇത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ഈ പൂജ നമുക്ക് നടത്തണം. പൂജയ്ക്ക് മുൻപായി നമ്മുടെ നാട്ടുരീതി അനുസരിച്ച് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയിക്കുന്ന ആൾ ശിവകാമിയുടെ കയ്യിൽ വിളക്ക് കൊടുക്കുന്ന ആളാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു പാപം ചെയ്യാത്ത പെണ്ണിനോട് ചെയ്യുന്ന ദ്രോഹം അത്. അവൾ ആരെ ഇഷ്ടപ്പെടുന്നു അവന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കുന്ന ധർമ്മം. മനസ്സിലായോ? മത്സരം വെച്ച് കല്യാണം നടത്താൻ ഇത് പുരാണങ്ങളുടെ കാലമല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാഷേ, അധികം സംസാരിക്കണ്ട. അവൾ ആഗ്രഹിച്ചു കാണും. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായിരിക്കും. എന്നാൽ കാരണവന്മാരായിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ? വിളിക്കാൻ നീ ആരാ? നിന്റെ കുടുംബം ഏതാണ്? നീ കല്യാണം കഴിച്ചതോ അല്ലയോ? ഇതെല്ലാം ഞങ്ങൾക്കറിയണ്ടേ? ഇത് കന്നാലിയൊന്നല്ലല്ലോ നിന്നെ പിടിച്ചേൽപ്പിക്കാൻ. മത്സരം നടക്കും. ജയിക്കുന്നവൻ ആരോ അവൻ തന്നെ വരനെന്ന് ദുർഗാദേവി തീരുമാനിച്ചതായി കരുതി അവന്റെ കയ്യിൽ പെണ്ണിനെ ഏൽപ്പിക്കാം. ഇതിനെതിരായി ആരും സംസാരിക്കണ്ട. ഈ വെല്ലുവിളി മേൽദേശക്കാരെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. വാടാ. അതെ, ഈ വെല്ലുവിളിക്ക് സ്വീകരിക്കാൻ ഞങ്ങളും തയ്യാറാണ് കേട്ടാ. വാദ്യാര് പേടിക്കണ്ട. വാദ്യര വാ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. വാ, വാദ്യാര് ഒന്നുകൊണ്ട് പേടിക്കണ്ട. അവൻ വെറും ഓലപ്പാമ്പാണ്. അവസാനം വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. എന്താണ് ഈ നേരത്ത്? നാളെ അവനോട്ടുള്ള ഏറ്റുമുട്ടൽ. അതിലവൻ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ അവൻ അതിൽ വിജയിച്ചാൽ ആ വിളക്ക് ശിവകാമിക്ക് അവൻ കൊടുക്കാൻ പാടില്ല. ഇവിടെ ആയിരിക്കണം അവൻ്റെ അവസാനം. ഇവിടെയാണ് അവൻ്റെ ശവക്കുഴി. മനസ്സിലായോ? എങ്ങനെയാണ്? അത് നിന്നെ കൊണ്ടേ കഴിയൂ. അതിനുള്ള ആയുധം നിന്റെ കയ്യിലാണ് ഉള്ളത്. പ്രിയമുള്ള നാട്ടുകാരെ, ശാന്തരാകൂ, ബഹളമുണ്ടാക്കരുത്. നമ്മുടെ നാട്ടിൽ വാണരുളുന്ന ദുർഗാദേവിയുടെ 20ാം വാർഷിക പൂജയും അതിനു മുന്നോടിയായി നടക്കുന്ന വിളക്കുകൊടുക്കൽ മത്സരത്തിനുമായിട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇത്തവണ കീഴ്ദേശക്കാരുടെ പ്രതിനിധിയായി അധ്യാപകനായ ചിദംബരവും മേൽദേശക്കാർക്കായി നമ്മുടെ നാട്ടുകാരനായ സുന്ദരവും.
ദുർഗാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണമേ എന്ന പ്രാർത്ഥനയോടുകൂടി മത്സരം ആരംഭിക്കുകയാണ്. അയ്യോ വാതര വാതര എന്തു പറ്റിയെന്ന്? എന്റെ കണ്ണെരിയുന്നു. വാതര എന്തു പറ്റി? കണ്ണിനെന്തു പറ്റിയെന്ന്? എന്റെ കണ്ണെരിയുന്നു.
ആ വാതിരി ജയിച്ചേ. എടാ നീ വേഗം വാടാ വാ. ആ എല്ലാരും മാറിയെന്നോ? അതെ പരമധാരി ഉരുണ്ട് വരുന്നുണ്ട്. മാറിയെന്നോളൂ, എല്ലാവരും മാറിയെന്നോ? ആ പോരട്ടെ പോരട്ടെ, ആ പോരട്ടെ, ഉരുണ്ട് പോരട്ടെ. പരമധാനി നിവർന്നു കഴിഞ്ഞു. ആ ചേച്ചി ചേച്ചി ചേച്ചി, എന്റെ അച്ഛനും സുന്ദരൻ ചേർന്ന് മാഷിനെ കൊല്ലാനായിട്ട് അവിടെ വെടികൊണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരണ്ട, വരരുത്. ശിവകാമി, ശിവകാമി, മോളെ ശിവകാമി. അയ്യോ ശിവകാമി, ഞാൻ നീ എന്ത് ചെയ്യും ദൈവമേ? അയ്യോ അയ്യോ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ശിവകാമി, ശിവകാമി മോളെ. അയ്യോ ആരാണോ എന്റെ വിധി? ദൈവമേ, ശിവകാമി മോളെ, ഞാൻ എന്ത് ചെയ്യും ഇനി? ശിവകാമി മോളെ, ശിവകാമി. ചിദംബരം, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ചിദംബരം, എന്നോട് ക്ഷമിക്കാം. എന്താ എന്താ? ഇത്രയും നാളും വീട്ടില് ഞാനായിരുന്നു പ്രേതം പോലെ സംസാരിച്ച് നിങ്ങളെ കബളിപ്പിച്ചത്. എന്നോട് എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കില്ലേ? വിളക്ക് 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 വിളക്ക്. എന്റെ പൊന്നു മോളെ. ശിവകാമി, 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 ശിവകാമി.